വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായി പരലോകത്തെ ഞാനും നിങ്ങളും നിലവിളിക്കുന്ന ഒന്നാമത്തെ രംഗം എവിടെയാണ്? കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. ഈ ഭൂമിയെ പടച്ചതമ്പുരാൻ അടിച്ചൊന്ന് വാർക്കുകയാണ്. ഈ ഭൂമിയെല്ലാം നശിച്ച് നാമാവശേഷമാവുകയാണ്. അന്ന് ഈ മള്ളങ്കൈ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടാവുകയില്ല. ഈ മഞ്ചേശ്വരം എന്ന് പറയുന്ന പ്രദേശം ഉണ്ടാവുകയില്ല. കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയുണ്ടാവുകയില്ല. കേരള സംസ്ഥാനം ഉണ്ടാവുകയില്ല. ഇന്ത്യ രാജ്യമുണ്ടാവുകയില്ല. ഏഷ്യ ഭൂഖണ്ഡമില്ല. ഈ ദുനിയാവെന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ടാവുകയില്ല. എല്ലാം പടച്ചതമ്പുരാൻ നശിപ്പിച്ചിരിക്കുകയാണ്. എത്ര തവണയാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഈ സൂറ നിങ്ങൾ ഓതിപ്പോയത്? എത്ര പ്രാവശ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ഈ ആയത്തുകളിലൂടെ കണ്ണോടിച്ചു പോയത്? എന്തുകൊണ്ടാണ് മനസ്സിരുത്തി നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയത്? അല്ലാഹു പറയുകയാണ്, ഇവിടെ എല്ലാം നശിപ്പിക്കപ്പെടുകയാണ്. ആകാശമില്ല, ഭൂമിയില്ല, മാമരങ്ങളില്ല, മാമലകളില്ല, സാഗരങ്ങളില്ല, പക്ഷിപറവാദികളില്ല, വൃക്ഷലതാദികളില്ല, മനുഷ്യരില്ല, സചേതന വസ്തുക്കളില്ല, സചേതന വസ്തുക്കളില്ല. എല്ലാം പടച്ചതമ്പുരാൻ നശിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്തതാ പടച്ചവന്റെ കോടതിയിൽ അല്ലാഹു ഹാജരാകുന്നു. വജാ റബ്ബുക്, അല്ലാഹു ഹാജരായി. ആ സമയത്ത് വൽ മലക്കു സഫൻ സഫാ, അവന്റെ മാലാകമാര് നാലു ഭാഗത്ത് മനുഷ്യനെ വലയം ചെയ്തിരിക്കുകയാണ്. നരകത്തെ അല്ലാഹുവിന്റെ മാലാകമാര് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ടാണ് നരകത്തെ കൊണ്ടുവരിക. ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകളാണ് പിടിച്ചിട്ടുള്ളത്. ഏത് മലക്കുകളാണ്? അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിനന്മാരായ മല്ലന്മാരായ യാതൊരു നിലയിലും മനസ്സാക്ഷിയില്ലാത്ത മലക്കുകളാണ്. ആ മലക്കുകൾ മലക്കെന്ന മലക്കിന്റെ നേതൃത്വത്തിൽ നരകത്തെ വലിച്ചഴച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവച്ചു. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യനും പറയുകയാണ്, ചിന്തിക്കുകയാണ്. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, പടച്ചവനെ ഞാൻ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നല്ലോ. എത്ര തവണ മള്ളങ്കൈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങി, എത്ര പ്രാവശ്യം റമളാന് വന്നു പോയി, എത്ര സ്വലാത്തിന്റെ ഹൽക്കകൾ എൻ്റെ മുന്നിലൂടെ മിന്നി മറഞ്ഞുപോയി. ഞാൻ ജീവിതത്തിൽ യാതൊരു നിലയിലുള്ള സുഹൃതങ്ങളും ചെയ്തില്ല. ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എന്തെങ്കിലും ഇവിടത്തേക്ക് വേണ്ടി ചെയ്തിട്ട് വരേണ്ടതായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാർക്കും ബോധ്യം വരൂല. ഈ സമയത്ത് ആരോട് പറഞ്ഞാലും അവരുടെ മനസ്സാക്ഷിയിലേക്ക് അത് കയറുന്നതല്ല, അവരുടെ മസ്തിഷ്കത്തിൽ അത് ബോധം വരുന്നതല്ല, അവരുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നതല്ല. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലെ ഭിത്തി തകർത്തുകൊണ്ട് ഉപദേശങ്ങൾ ചെല്ലുകയില്ല. അവരുടെ കാതുകളിലൂടെ തുറന്ന് ഈ ഉപദേശം കയറുകയില്ല. ഇതെല്ലാം ഒരു ഉപരിപ്ലവം പോലെ, ഏതോ ഒരു മകൾ പരപ്പിലൂടെ പറന്നു പോകും പോലെ. പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശങ്ങളെല്ലാം കാട്ടിൽ പറത്തപ്പെടുമ്പോ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ആദ്യത്തെ നിലവിളി ഉയരുകയാണ്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, പടച്ചവനെ ഞാൻ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ വെച്ച് ചെയ്തിട്ട് വരേണ്ടതായിരുന്നു. ഓടി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇവിടെ ഭൂമി വല്ലതും ഉണ്ടോ? ഇവിടെ ദുനിയാവ് വല്ലതും ഉണ്ടോ? ഇവിടെ പള്ളിയുണ്ടോ? മദ്രസയുണ്ടോ? വഅലിന്റെ മജ്‌ലിസ് ഉണ്ടോ? ഒന്നും ഉണ്ടാവൂല. ആ സമയത്താണ് ആദ്യത്തെ നിലവിളി ഉയരുന്നത്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു തമ്പുരാനെ. ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്. അല്ലാഹു പറയുന്നു, യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അപ്പോഴാണ് അവന് ബോധം വീഴുക. ആ സമയത്ത് അവന് ബോധം വീഴും. അല്ലാഹു ചോദിക്കുകയാണ് കളിയാക്കിയിട്ട്, എടാ ഇപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ വെച്ച് നിന്നെ ചിന്തിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രസംഗങ്ങൾ. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. എത്ര പ്രസംഗങ്ങൾ നീ കേട്ടു, എത്ര നസീഹത്തുകൾ കേട്ടു, എത്ര ഉപദേശങ്ങൾ കേട്ടു, എത്ര ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ വന്നു. ഇതൊന്നും നീ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇപ്പൊ ഇതാ ഇവിടെ വന്നിട്ട് ചിന്തിക്കുന്നു. ഇവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല മോനെ.
അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒന്നാമത്തെ നിലവിളി അത്യുച്ചത്തിൽ നമ്മൾ വിളിക്കും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു തമ്പുരാനെ, പറ്റിയില്ല. ഞാൻ ഇത് വിശദീകരിക്കാൻ നിന്നാൽ ഇത് നീണ്ടുപോകും. കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചൂട് ശക്തമാണെന്ന് ആദ്യമേ പറഞ്ഞു. പിന്നെ വരുന്ന 4 നിലവിളികൾ പറയാൻ സമയം കിട്ടാതെ വരുമോ എന്നൊരാശങ്ക എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം വിശദീകരിക്കേണ്ടത് മാത്രം വിശദീകരിച്ചു പോകും. അള്ളാഹു ബോധത്തോടുകൂടി നന്നായിട്ട് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. വേറെ സിമ്പിളാ സഹോദരങ്ങളെ ഇസ്ലാം, വളരെ സിമ്പിളാണ് ഇസ്ലാം. ഒന്നുമില്ല, ആർക്കൊരു ബുദ്ധിമുട്ടില്ല, ആർക്കൊരു പ്രയാസമില്ല. നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് വളരെ സിമ്പിളാണ്, പ്രാപഞ്ചിക നിയമമാണിത്. ഇത് ഒരിക്കലും നമുക്ക് ഭാരമുള്ളതൊന്നുമല്ല. അള്ളാഹ് പറഞ്ഞു 5 നേരം തലയും കുത്തിയിട്ട് ഇവിടെ നിന്ന് മഞ്ചേശ്വരം വരെ നടക്കാൻ. ആരോടെങ്കിലും പറഞ്ഞോ? തല താഴെ വെച്ചിട്ട് കാല് മുകളിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് മഞ്ചേശ്വരം വരെ നടക്ക് സുബഹിക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തലപ്പാടി വരെ നടക്ക് ലോഹറിന്. അസറിന് ഇവിടെ നിന്ന് ഉപ്പള വരെ നടക്ക്. മഗ്രിബിന് കുമ്പള വരെ നടക്ക്. ഇഷാക്ക് നീ ഇവിടെ നിന്ന് കാസർഗോഡ് വരെ നടക്ക്. സുബഹിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കർണാടകയിലെ ഏതെങ്കിലും മംഗലാപുരത്തിന്റെ ബോർഡറിലേക്ക് നിങ്ങൾ പോ എന്ന് അള്ളാഹു പറഞ്ഞില്ലല്ലോ. അതൊന്നും അല്ല പറഞ്ഞില്ല. 5 നേരം ബാങ്ക് വിളി കേൾക്കുമ്പോ നീ എഴുന്നേക്ക്, നീ അതിനു വേണ്ടി തയ്യാറാകുക. അള്ളാഹുവാണ് വിളിക്കുന്നത്. വിളിക്കുന്ന പള്ളിയിലെ മുക്രിയാണെങ്കിലും അള്ളാഹുവിന്റെ വിളിയാണ്. ആ വിളി കേൾക്കുമ്പോ നിനക്ക് ആരോഗ്യമുണ്ടോ പള്ളിയിൽ വരാൻ? ഇല്ല. വീട്ടിൽ നിസ്കരിക്ക്. വീട്ടിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്തൊക്കെ പോയി. കസേരയില്ലേ 350 രൂപയുടെ ചെയർ, അതിലിരിക്ക്, എന്നിട്ട് നിസ്കരിക്ക്. അതിലിരിക്കാനും പറ്റുന്നില്ല. നിന്റെ വീട്ടിൽ നീ രാത്രി നിന്റെ വിശ്രമവേളയിൽ നീ കിടക്കുന്ന കട്ടിലില്ലേ, ആ കട്ടിലിൽ കിടന്നിട്ട് നിസ്കരിക്ക്. അതിനും പറ്റുന്നില്ല. എന്നാൽ ഒരു 2 മിനിറ്റ് നീ ഏകാഗ്രതയോടെ ഇരുന്നിട്ട് നിന്റെ മൈൻഡിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളെ നീ ഒന്ന് കൊണ്ടുവാ, ഒന്ന് തിങ്ക് ചെയ്ത് കൊണ്ടുവാ, ഒന്ന് ചിന്തിച്ചിങ്ങനെ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ കൈകെട്ടുന്നത്, റുക്കൂ ചെയ്യുന്നത്, ഉയരുന്നത്, എന്നിട്ട് ചൊല്ലാൻ പറ്റുന്നിടത്തോളം നീ ചൊല്ല്. എത്ര സിമ്പിളായി ഇസ്ലാം. ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകണം. എനിക്കിതെല്ലാം കൂടെ എങ്ങനെ പറ്റുക? ഈ ദീർഘമായ യാത്ര 13 മണിക്കൂർ യാത്ര ചെയ്ത് പോകുമ്പോൾ അതിന് അള്ളാഹു പറഞ്ഞു, നീ 2ഉം കൂടെ ഒരു സമയത്ത് നിസ്കരിച്ചോ. 2ഉം കൂടെ ഒരു സമയത്ത് നിസ്കരിച്ചോ. നീ ട്രെയിനിലാകുന്ന സമയം, അത് നേരത്തെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നിന്റെ നാടിന്റെ ബൗണ്ടറി വിട്ടു പോകുമ്പോ നീ 2ഉം കൂടെ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് പോ. അപ്പം 4 4 8 ആകൂലേ? സമയം നഷ്ടപ്പെടൂലേ? ഇല്ല. നീ 2 ആക്കി ചുരുക്കി നിസ്കരിച്ചോ. എത്ര സിമ്പിളാക്കി തന്നു പടച്ച തമ്പുരാൻ. അള്ളാഹു വേറെ വല്ല നമുക്ക് ഭാരമുള്ള എന്തെങ്കിലും പറഞ്ഞോ? പരിശുദ്ധ റമളാന്റെ നോമ്പിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്ക്. റമളാനിൽ പടച്ചോനെ എന്നെ കൊണ്ട് പിടിക്കാനായി ഗ്യാസ് പ്രോബ്ലമാണ്, ഗ്യാസ്ട്രോളജിയെ കണ്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ. ശരി, നീ പിടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്, ഓരോ നോമ്പിനും 2 കൈ ചേർത്ത് വെച്ചിട്ട് അരി നീ പാവങ്ങൾക്ക് കഴിക്കാൻ കൊടുക്ക്. എന്നിട്ട് ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ നീ നോമ്പ് പിടി. വീണ്ടെടുത്തില്ലെങ്കിൽ അതും വേണ്ട. അല്ലാഹു തആല ഹജ്ജ് എല്ലാ കൊല്ലവും ചെയ്യാൻ പറഞ്ഞോ? പടച്ചോനെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസ ഇല്ല. നീ പോകണ്ട. നീ ജുമുഅക്ക് ഒരുങ്ങി നന്നായിട്ട് പോ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. പാവപ്പെട്ടവന്റെ ഹജ്ജാണ് ജുമുഅ. നിനക്കത് മതി. എന്നാലും ആ മണ്ണൊന്ന് കാണാൻ നിനക്ക് അല്ലാഹു വിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്താൻ കഴിയും. എങ്ങനെയൊക്കെയോ ഇട്ടുകൂട്ടി ബാലൻസ് ഉള്ള പൈസകൾ കൂട്ടി ഹജ്ജിനുള്ള പൈസ സമ്പാദിച്ചു. അല്ല പറഞ്ഞു, മതി, നിന്റെ പ്രായം 20 നീ ഇനി ഒരു 80 വർഷം കൂടി ജീവിച്ചിരുന്ന 100ാമത്തെ വയസ്സിൽ മരിച്ചാൽ ഈ 80 കൊല്ലവും നിനക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഒരൊറ്റ ഹജ്ജേ ഉള്ളൂ നിർബന്ധം നിനക്ക് ആയുസിൽ. ഇനി സക്കാത്തിന്റെ കാര്യം എടുക്ക്. ഞാൻ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ. സക്കാത്തിന്റെ കാര്യം എടുക്ക്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പടച്ചോനെ പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണോ? വേണ്ട. 1 ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ടെങ്കിൽ വെറും 2500 രൂപ കൊടുക്ക്. 2500 രൂപ കൊടുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഒരു മനഃശാസ്ത്രം ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നിപ്പോ
ആരുടെ വീട്ടിലാ ഫുഡ് നമ്മൾ കഴിച്ച? നമ്മുടെ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാ ഫുഡ് കഴിച്ച്. സൈനുദ്ദീൻ സാഹിബിന്റെ കൂട്ടുകാരൻ ജലീൽ തിരുവനന്തപുരത്ത് ഹോട്ടൽ നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് എന്നെ ഇവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ പ്രസംഗത്തിന് വേണ്ടി ബുക്ക് ചെയ്യുന്നത് അദ്ദേഹം വഴിയാണ്. അപ്പോ സൈനുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അദ്ദേഹം മട്ടനും ചിക്കനും ഒക്കെ എല്ലാ ആളുകൾക്കും, പള്ളിയിലെ ഉസ്താദുമാർക്കും വന്നവർക്കൊക്കെ നന്നായിട്ട് ഭക്ഷണം കൊടുത്തു. അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അദ്ദേഹം ചിക്കൻ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ആ ചിക്കൻ തൂക്കി വാങ്ങിയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറഞ്ഞോ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, തൂവലിനും കൂടി. തൂവൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? തൂവലും അതിൻ്റെ കാല്, അതിൻ്റെ തല, അതിൻ്റെ കൊടല്, അങ്ങനെയുള്ള ആ വേസ്റ്റ്, അതിനും കൂടെ ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. ശരിയല്ലേ? നമ്മൾ അങ്ങനല്ലേ വാങ്ങുന്നേ? അതുകൊണ്ട് അതും കൂടെ ഇട്ട് കറി വെച്ചിട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞില്ല. 1 കിലോ ഉള്ള കോഴിയിൽ 250 ഗ്രാം അതിൻ്റെ വേസ്റ്റ് പോകൂലേ? 1 കിലോ പഴം വാങ്ങിയാൽ ഞാൻ പഴത്തിൻ്റെ പൈസ എല്ലാം കൊടുത്തു, അതുകൊണ്ട് തൊലി കൂടി ഞാൻ അങ്ങ് കഴിക്കാൻ പോവുകയാണെന്ന് ഏതെങ്കിലും ഒരാൾ പറയോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഹൈവേയുടെ ഓരത്തുകൂടി ഒരു പാവപ്പെട്ടവൻ ഒരു 4 ചക്ര വാഹനത്തില് കടല വറുത്തുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട സഹോദരന്റെ കയ്യിൽ ചെന്നിട്ട് 10 രൂപ കൊടുത്തിട്ട് ഒരു കോണിൽ ഒരു ചെറിയ പേപ്പർ, കോണിന്റെ ആകൃതിയില് കോണായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിലിങ്ങനെ കുറച്ച് കടലയിട്ട് കപ്പലണ്ടിയിട്ട് അത് 10 രൂപയ്ക്ക് വേണ്ടി നമുക്കിങ്ങനെ തരുമ്പോൾ, ഞാൻ ആ 10 രൂപയ്ക്ക് വാങ്ങുമ്പോൾ കടലയും അതിൻ്റെ തോലും കൂടിയാണ് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ആ തോലോട് കൂടി ആരെങ്കിലും കടല തിന്നുമോ കപ്പലണ്ടി തിന്നുമോ? ഇല്ല. വേസ്റ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ തിന്നാറുള്ളത്, വേസ്റ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നതുപോലെ 1 ലക്ഷം രൂപ നിനക്ക് തന്നാൽ അതിൽ 2500 രൂപ വേസ്റ്റാണ്, അഴുക്കാണ്. ആ അഴുക്കായത് കൊണ്ടാണ് തങ്ങന്മാർക്ക് കൊടുത്തൂടാ എന്ന് പറഞ്ഞത്. സക്കാത്ത് തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്തൂടാ, കാരണം അഴുക്ക് തിന്നാൻ അവർക്ക് അർഹതയില്ല. സക്കാത്തിന്റെ മുതല് പള്ളിക്ക് കൊടുത്തൂടാ, മക്കാമിന് കൊടുത്തൂടാ, മദ്രസയ്ക്ക് കൊടുത്തൂടാ, ഹിഫ്ളിന് കൊടുത്തൂടാ, അറബി കോളേജിന് കൊടുത്തൂടാ, യത്തീംഖാനയ്ക്ക് കൊടുത്തൂടാ. എന്തുകൊണ്ട്? ഇത് വേസ്റ്റാണ്. അത് തിന്നാൻ അവർക്ക് അതിനുള്ള അർഹതയില്ല. അത് തിന്നാൻ അവർക്ക് കൊടുക്കാനുള്ള ഒരു ആനുകൂല്യം ഇസ്ലാം തരുന്നില്ല. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട 8 കൂട്ടരെ അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു, അവർക്ക് കൊടുക്ക്. എത്ര സിമ്പിളാ സഹോദരങ്ങളെ. 1 കോടി രൂപ ഉണ്ടെങ്കിൽ അതിൽ ഇത്ര രൂപ കൊടുത്താൽ മതിയല്ലോ. ഇത്ര രൂപ 2.5 ലക്ഷം രൂപ കൊടുക്കണം. 10/4 അത്ര മാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇസ്ലാം ഏതാ? നിങ്ങൾ പറ. നിങ്ങളിപ്പോ ഇവിടെ ഇരുന്നുണ്ടെന്ന് പറഞ്ഞേ. എന്റെ സദസ്സിൽ എഴുന്നേറ്റ് ചോദിച്ചത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ എനിക്ക് കുഴപ്പമില്ല. അറിയുമെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ചോദിച്ചിട്ട് പറയും, ഇല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കാൻ പറയും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഇസ്ലാമിന് ഭാരമുള്ള ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിൽ അത് ഇത്രയും ഭീകരമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതാ ഉള്ളത്? ഒന്നുമില്ല. സഹോദരിമാരെന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ, ആ സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇസ്ലാം തലമറച്ച് നടക്കാൻ നിങ്ങളോട് പറഞ്ഞു. ആ തലമറച്ച് നടക്കാൻ നിങ്ങളോട് പറഞ്ഞത് പ്രാപഞ്ചിക നിയമമായതുകൊണ്ടാണ്. അതൊരു പ്രാപഞ്ചിക നിയമമാണ്. പൊട്ടുതൊട്ട ഹിന്ദു സഹോദരി ഈ 45 ഡിഗ്രി ചൂട്, ഈ കഠിനമായ ചൂടത്ത് റോഡിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ സാരിയുടെ തുമ്പെടുത്ത് തലയിലിട്ട് ചൂടടിക്കാതെ നടന്നു പോകുന്നുവെങ്കിൽ ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞു, ചൂടത്തും തണുപ്പത്തും രാവിലും പകലിലും ഏത് ഘട്ടത്തിലും നീ തലമറയ്ക്കണമെന്ന് പഠിപ്പിച്ചു. പ്രാപഞ്ചിക നിയമമാണ് ഇസ്ലാം. ഇസ്ലാമിൽ എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്? ഇസ്ലാം എവിടെയാണ് ഭീകരമായിട്ടുള്ളത്? നമുക്ക് മറ്റേ ഭീകരത വേറെ, നമുക്കൊരു ഭീകരമായിട്ട് തോന്നുന്നത് എപ്പോഴാണ്? ഇല്ല. ഏറ്റവും ഇന്നദീന യുസ്ർ, ഇസ്ലാം സിമ്പിളാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക.
അങ്ങനെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ആവോളം നമ്മൾ ചെയ്യുക. കഴിവിന്റെ പരമാവധി അമല് ചെയ്യുക. ആ അമലുകൾ ചെയ്തിട്ട് നാളെ പരലോകത്ത് പോയാൽ പടച്ചതമ്പുരാന് ഹാജരാകി നരകത്തെ വലിച്ചു കൊണ്ടുവന്ന മാലാകമാര് വരി വരിയായി നിരനിരയായി അണിയണിയായി നിൽക്കുമ്പോ ഒരിക്കലും നമ്മൾ ചിന്തിക്കുകയില്ല പടച്ചവനെ എന്തെങ്കിലും ചെയ്തിട്ട് വരേണ്ടതായിരുന്നെന്ന് ചിന്തിക്കൂല. കാരണം നമ്മുടെ അക്കൗണ്ടിൽ അൽഹംദുലില്ലാ അമലുകളുണ്ട്. നമുക്ക് രക്ഷപ്പെടാനുള്ള അമലുകൾ ധാരാളം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമല് ചെയ്യേണ്ടത് ഇവിടെയാണ്. ആഖിറത്തിൽ അമലില്ല. നിസ്കാരം ഇവിടെയേ ഉള്ളൂ, ആഖിറത്തിൽ നിസ്കാരമില്ല. നോമ്പ് ഇവിടെയേ ഉള്ളൂ, ആഖിറത്തിൽ നോമ്പില്ല. ഇവിടെ ഇബാദത്തുകളുള്ളൂ, സലവാത്തുള്ളൂ, അദ്കാറുകളുള്ളൂ, തസ്ബീഹുകളുള്ളൂ. മുതിർന്നവരോടൊരു ബഹുമാനം, കുഞ്ഞുങ്ങളോട് ചെറിയ ഒരു സ്നേഹം, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന മുഖഭാവം, ഇതെല്ലാം ദുനിയാവിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിയുന്ന രീതിയിൽ എന്തെല്ലാം അമലുകൾ ചെയ്യാൻ പറ്റുമോ, ഒന്നും അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ ഇരുന്നൂടെ. ഒരു അമലും നമ്മൾ ചെയ്തെന്ന് വരില്ല, പക്ഷെ ആരെയും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. ചില ആളുകൾ മരിക്കുമ്പോൾ നാട്ടുകാരെ പറയുമല്ലോ, നിസ്കാരമില്ല, നോമ്പില്ല, ഒരു ഇബാദത്തും അയാളില്ല, പക്ഷേ ഒരിക്കൽ പോലും ആർക്കും ഒരു വേദന സമ്മാനിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ട് അയാൾ വരുത്തി വെച്ചിട്ടില്ല, ഒരാളെയും മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറഞ്ഞിട്ടില്ല, അശ്ലീലം പറഞ്ഞിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞൂടെ? എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം നേടിക്കൂടെ? അങ്ങനെയെങ്കിലും ഒരു സുഹൃതം നമുക്ക് ചെയ്തൂടെ? ആ സുഹൃതവുമായിട്ട് പരലോകത്ത് പോകുമ്പോ നെഞ്ചുറപ്പോടെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്നിട്ട് പറയുന്നു, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് വരേണ്ടതായിരുന്നു തമ്പുരാനെ. അള്ളാഹു ആക്ഷേപത്തിന്റെ അധിക്ഷേപത്തിന്റെ പരിഹാസത്തിന്റെ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ചിന്തിച്ചിട്ട് എന്ത് കിട്ടാനാടാ? ഇപ്പൊ എന്തിനാ നീ ചിന്തിക്കുന്നത്? ഒരു ഗുണവും നിനക്കുണ്ടാവൂല. ആ ചിന്ത നിനക്ക് ഫലം ചെയ്യില്ല. അപ്പൊ നമ്പർ 1 നിലവിളി അള്ളാഹുവിന്റെ കോടതിയിൽ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഫജ്ർ, അവന് എന്തെങ്കിലും അമൽ ചെയ്തിട്ട് വരേണ്ടതായിരുന്നു എന്നുള്ള ഒന്നാമത്തെ നിലവിളിയും വിലാപവും. അതിൽ യാതൊരു ഗുണവും അവിടെ ഉണ്ടാവൂല. അത് ഇവിടെ വെച്ച് വിലപിച്ചിട്ട് വേണം പോകാൻ. വിശാലമായി പറയാൻ സമയമില്ലെങ്കിലും ഒരു ചെറിയ മനസ്സിലാക്കാൻ ഒരു സഹാബിയുടെ കഥ പറയാം. മഹാനായ സയ്യിദുന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈജിപ്തിന്റെ ഗവർണറായിരുന്നു, ഈജിപ്തിന്റെ രാഷ്ട്രപിതാവാണ്. മഹാനായ സയ്യിദുന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരത്ത് അദ്ദേഹം ചുമരിന്റെ നേരെ തിരിഞ്ഞു കിടന്നിട്ട് കരയാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് വന്നിട്ട് പറയുന്നു, റളിയല്ലാഹു അൻഹു, ഉപ്പ നിങ്ങൾ കരയുന്നത് എന്തിനാ? നിങ്ങൾ സഹാബിയല്ലേ, നിങ്ങൾ സഹാബിയല്ലേ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ കരയുന്നത് വെറുതെയല്ല. എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലാദ്യത്തെ ഘട്ടം റസൂലുള്ളാഹിന്റെ ശത്രുവായിരുന്നു ഞാൻ മുസ്ലിം ആയിരുന്നില്ല. എവിടെ വെച്ച് നബിയെ കണ്ടാലും കൊല്ലാനുള്ള ആർത്തി എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ മരിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ പോകൂലായിരുന്നു. അതെന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. രണ്ടാമത് ഞാൻ റസൂലുള്ളാഹിനെ കൂടുതൽ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മുസ്ലിമായി. ആ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യനായി ഞാൻ മാറി. അന്നും മരിച്ചില്ലല്ലോ. മരിച്ചെങ്കിൽ മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവച്ചിട്ട് ഈ പാവപ്പെട്ടവന്റെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നത് കാരുണ്യത്തിന്റെ നേതാവായിരുന്നേനെ. ആ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയില്ലേ മോനെ. ഇനി മൂന്നാമതൊരു ഘട്ടം ബാപ്പാക്കുണ്ട്. അത് ഈജിപ്തിന്റെ ഗവർണറായ ഘട്ടമാണ്. ഒരുപാട് സ്ഥാനങ്ങൾ എനിക്കുണ്ടായിരുന്നു മോനെ. ആ സമയത്ത് ഈ വാപ്പ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടവനായിരുന്നു. ആ ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ചോ നാളെ റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോൾ വല്ലതും ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ട് ഞാൻ കരയുന്നതാണ് എന്ന്
ഒരു സഹാബിയായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മള്ളങ്കയിലെ ചെറുപ്പക്കാരാ, മള്ളങ്കയിൽ എന്നെ കേൾക്കുന്ന യുവസമൂഹമേ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയുസ് തന്നിട്ടുണ്ടല്ലോ, ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവർ നാടിന്റെ നാനാഭാഗത്ത് ജീവിക്കുമ്പോ യഥേഷ്ടം അല്ലാഹു കഴിക്കാൻ നമുക്ക് സൗഭാഗ്യം തന്നല്ലോ. ആരോഗ്യം ശയിച്ചുകൊണ്ട് നടക്കാനും ഇരിക്കാനും ഒന്ന് കിടക്കാനും കഴിയാതെ കഷ്ടപ്പെടുന്ന 1 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുമ്പോ, പ്രിയപ്പെട്ടവരെ, ലക്ഷോപലക്ഷം ജനങ്ങളുടെ മുമ്പിൽ അല്ലാഹു ആരോഗ്യമുള്ള ശരീരം തന്നിട്ട് നമ്മളെ ആദരിച്ചതല്ലേ. അതുകൊണ്ട് നന്ദിയുള്ളവരാകണം. നാളെ പരലോകത്ത് പോയി പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിലപിക്കേണ്ടി വരല്ലേ. ഇനി രണ്ടാമത്തെ വിലാപമേതെന്നറിയോ? അങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു, പടച്ചവനെ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വരേണ്ടതായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒന്നാമത്തെ നിലവിളിക്ക് ശേഷം അതാ അവൻ ചിന്തിക്കുന്നു, എന്താ എനിക്കുള്ളത്, എന്താ എനിക്കുള്ളത്? എൻ്റെ ജീവിതത്തിൽ ഒരു അമലുമില്ലല്ലോ, ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ നീതിമാനായ പടച്ചവന്റെ കോടതി പ്രവർത്തിക്കുന്നത്. അവിടെ മൃഗങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ആട് മറ്റൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മൂരി മറ്റൊരു മൂരിയെ കുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പശു മറ്റൊരു പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പാമ്പ് മറ്റൊരു പാമ്പിനെ കൊത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷി മറ്റൊരു പക്ഷി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആക്രമിക്കപ്പെട്ടതിനെ തിരിച്ചക്രമിച്ചതിനെ തിരിച്ചക്രമിക്കുന്ന അല്ലാഹുവിന്റെ നീതിന്യായ കോടതിയാണ്. അവിടെ പകരത്തിന് പകരം ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ മൃഗങ്ങളോട്, പക്ഷികളോട്, പറവകളോട്, പാറ്റകളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വാക്കെന്താണ്? കൂനൂ തുറാബാ, എല്ലാം മണ്ണായി പോകൂ, എല്ലാം മണ്ണായി മാറൂ എന്ന് പടച്ച തമ്പുരാൻ അവരോട് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, എല്ലാം മണ്ണായി മാറൂ എന്ന് അല്ലാഹു അവകളോട് പറയുമ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്തെന്നറിയോ? പടച്ചവനെ, അമലുകളൊന്നും കയ്യിലില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല, മൃഗങ്ങളെ പോലെ ഞാൻ ജീവിച്ചവനാ, മൃഗങ്ങളെ പോലെ തന്നെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഈ മള്ളങ്കയിലെ ഏത് പശുവാണ് പള്ളിയിലെ ബാങ്ക് വിളിച്ച പോലെ നിസ്കാരത്തിന് വന്നത്? ഈ മള്ളങ്കയിലെ ഏത് മൃഗമാണ് റമളാന്റെ വ്രതം പിടിച്ചത്? പ്രിയപ്പെട്ടവരെ, ഈ മള്ളങ്കയിലെ ഏത് പശുവാണ് ആണുങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോ അതിന്റെ നാണം മറയ്ക്കാൻ പർദ്ദയെടുത്തിട്ടത് ഇല്ലല്ലോ. അതുപോലെ മുസ്ലിം പെണ്ണുങ്ങൾ വഴിതെറ്റി പോകുമ്പോ ഔറത്തു മറയ്ക്കാതെ അന്യപുരുഷന്മാരുടെ മുമ്പിലൂടെ അണിഞ്ഞൊരുങ്ങി നടന്നു പോകുമ്പോ ഇവിടെ മൃഗം തുല്യമായി ജീവിച്ചു പോയ ആണും പെണ്ണും നാളെ പരലോകത്ത് ചിന്തിക്കുകയാണ്, അല്ലാ, ഈ മൃഗങ്ങളോടും മണ്ണായി പോകാൻ പറഞ്ഞെങ്കിൽ പടച്ചവനെ കയ്യിലൊരു അമലുമില്ലല്ലോ. അതുകൊണ്ട് യൗമയൽറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. ഇവിടെ ഒരു അമലും ചെയ്യാതെ പരലോകത്തേക്ക് വന്ന മനുഷ്യര് അവിടെ മൃഗങ്ങളോടും മണ്ണായി മാറാനല്ല പറയുമ്പോ, പക്ഷികളെ പോലെ പറന്ന് നടന്ന മനുഷ്യ, നിലത്ത് നിന്ന് പടച്ചവന്റെ സുജൂദ് ചെയ്യാൻ മടി കാണിച്ച മുസ്ലിമേ, പക്ഷികളെ മണ്ണായി മാറാൻ പറയുമ്പോ നീയും കൊതിച്ചു പോകും മണ്ണായെങ്കിലും. ഇഴജന്തുക്കളെ ഇഴഞ്ഞു പോകും പോലെ കള്ളു കുടിച്ച് കഞ്ചാവ് വലിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നടു റോഡിലൂടെ ഇഴഞ്ഞു പോയ ചെറുപ്പക്കാരാ, അവിടെ വിഷജന്തുക്കളായ പാമ്പിനോടും മറ്റുള്ള ചെറിയ ചെറിയ ഇഴജന്തുക്കളോടും മണ്ണായി മാറാനല്ല പറയുമ്പോ നീ ചിന്തിക്കുന്നത് എന്താണ്? യാലൈതനീ കുന്തു തുറാബാ, ഞാനും അങ്ങനെ ഇഴഞ്ഞു ജീവിച്ചവനാണ് പടച്ചവനെ, ഞാനും മണ്ണായി മാറിയെങ്കിൽ തമ്പുരാനെ. ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കയ്യിൽ അമലില്ലാതെ വരുമ്പോ അമലില്ലാത്ത മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചിട്ട് മൃഗങ്ങളെ പോലെ മണ്ണായിട്ട് മാറിയെങ്കിലും കൊതിച്ചു പോകുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് സൂറത്തുൻ നബ അമ്മ യതസാഅലൂൻ
അനിൻ നബഇൽ എന്ന് തുടങ്ങിയിട്ട് അവസാനം പറയുന്നത് എന്താണ്? യൗമയല്ലറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. ഓരോ മനുഷ്യരും ചിന്തിച്ചു പോകും, ഞാനൊന്നും മണ്ണായി മാറിയെങ്കിലെന്ന്. ഒന്നാമത്തെ വിലാപ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. ഇത് എവിടെ വെച്ചാ? പള്ളിയിൽ വെച്ചോ ദുനിയാവിൽ വെച്ചോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നു. ഇത് വിഫലമാകുന്ന വിലാപങ്ങളാണ്, ബാലിശമായ വിലാപങ്ങളാണ്. അല്ലാഹ് ഒന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒന്നാമത്തെ നിലവിളി. 2, ഒന്നുമില്ല എന്ന് ബോധ്യം വന്നപ്പോ ഇതേപോലെ ഒന്നും കൊണ്ടുവരാത്ത മൃഗങ്ങളോട് മണ്ണായി പോകാൻ പറയുന്ന സന്ദർഭം. മൃഗങ്ങൾ അങ്ങനെയാ. അള്ളാഹുവിന്റെ നീതിന്യായ കോടതി ഒരു ആട് മറ്റൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തിയ ആടിനെ കുത്തുകൊണ്ട് ആടിനെ കൊണ്ട് തിരിച്ചു കുത്തിപ്പിക്കുന്ന പടച്ചവന്റെ കോടതി ഉറപ്പാണ്. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ആ മളലൂമിനെ കൊണ്ട് തിരിച്ച് ളുൽമ ചെയ്യിപ്പിക്കുന്ന അള്ളാഹുവിന്റെ കോർട്ട് അവസാനം മൃഗങ്ങളോട് പറയും കൂനു തുറാബ, മണ്ണായി പോകാൻ. ഈ മനുഷ്യന് കിട്ടിയ അവസരമല്ലേ ഇവൻ ആഗ്രഹിക്കും, യാ ലൈതനി കുന്തു തുറാബ, അല്ലാ ഞാനൊന്നും മണ്ണായി പോയെങ്കിലെന്താ. അത് അവിടെ ചെന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇവിടെ ചിന്തിക്കണം. ഇത് ഖുർആനാണ്. വാപ്പ മരിക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങളെ മാത്രം വിളിച്ചിരുത്തി ഓദിപ്പിക്കാനുള്ളതല്ല ഖുർആൻ. ഭാര്യ പ്രസവിക്കാൻ ലേബർ റൂമിനകത്ത് കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദോ മന്ത്രവാദിയോ പറഞ്ഞു തരുന്നതനുസരിച്ച് ഖുർആൻ ഒളുവ് ചെയ്തെടുത്തിട്ട് ഓതാൻ വേണ്ടി മാത്രമുള്ളതാണോ? വിശുദ്ധമായ ഖുർആൻ റമളാൻ മാസത്തിൽ പരിശുദ്ധമായ ഖത്മ തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ ഖുർആൻ? അല്ല. ഇതൊക്കെ ഖുർആൻ ഉപയോഗിക്കാം. പക്ഷേ ഈ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും നമ്മളോട് പറയുന്നത് മഹാത്ഭുതങ്ങളെ സംബന്ധിച്ചാൽ. ഒരക്ഷരത്തിൽ പോലും അത്ഭുതങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വരുന്ന മൃഗങ്ങളെ പോലെ ആകാൻ നമ്മൾ കൊതിക്കും. ഇവിടെ അങ്ങനെയാണല്ലോ. തുണി ഔറത്ത് മറയ്ക്കാൻ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആ ദിവസം ഞാൻ അന്ന് പ്രസംഗിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാ. ഒരു 5-6 കൊല്ലാവും തോന്നുന്നു, കോവിഡിനൊക്കെ മുമ്പാ അല്ലേ? അതിനുശേഷം ഉറൂസ് നടന്നിട്ടില്ലേ? ഇല്ല. അതിനുശേഷം പിന്നെ ആദ്യമായിട്ട് ഉറൂസ് നടക്കുക. അപ്പോൾ എന്നാണോ ഉറൂസ് ലാസ്റ്റ് നടന്ന അന്ന് ഞാനിവിടെ പ്രസംഗിച്ചു. അന്ന് ഞാൻ പറഞ്ഞത് ഫിത്നത്തു ഉമ്മത്തി അൽ മാൽ. അന്ന് ഞാനിത് പറയുമ്പോൾ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഞാനിപ്പോൾ ഓർക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഔറത്തു മറയ്ക്കാൻ സ്ത്രീകളോട് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല വേദികളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അൽഹംദുലില്ലാ, ഒരു 98% സഹോദരിമാരും കൃത്യമായി ഔറത്തു മറയ്ക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. 98%. ഒരു 8% കൂടി കുറയും കണ്ണൂരിലേക്ക് എത്തുമ്പോൾ, ഒരു 5% കൂടി കുറയും കോഴിക്കോടെത്തുമ്പോൾ, ഒരു 5 കൂടി കുറയും മലപ്പുറത്തെത്തുമ്പോൾ. അങ്ങനെ വന്ന് ഞങ്ങളുടെ തിരുവനന്തപുരത്തെത്തുമ്പോൾ അത് നേരെ ഒരു 40%-ത്തിലേക്ക് എത്തും. ഇത്രയും വലിയ ഒരു പർദ്ദ ധരിക്കുന്ന ഒരു സമൂഹം ഞങ്ങളുടെ തെക്കൻ ജില്ലകളിൽ കുറവാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കോളേജുകളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട പെൺമക്കൾ, വീട്ടിൽ നിന്ന് കൃത്യമായി ഔറത്തു മറച്ച് പർദ്ദയിട്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ സ്കൂളിൽ, ആ കോളേജിൽ ആ പർദ്ദയിട്ടുകൊണ്ട് തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട സമയമാണിപ്പോൾ. മൃഗങ്ങളൊന്നും ഔറത്തു മറയ്ക്കാറില്ല, അവർക്ക് ഔറത്തു മറയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ഔറത്തു മറയ്ക്കാത്തതിൻ്റെ പേരിൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹം അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഈ പശുവും എരുമയും കാളയും പോത്തും ഒന്നും തുണി ഉടുക്കാത്തവരല്ലേ, ഞാനും ഇപ്പോൾ അവരെ പോലെ അങ്ങ് ആയിരുന്നെങ്കിൽ കൊള്ളാം. കാരണം ഭൂമിയിൽ അങ്ങനെ ആയിരുന്നല്ലോ. മദ്യപിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് MDMA ഉപയോഗിച്ചിട്ട് നടു റോഡിലൂടെ ഇഴഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ, ഇഴജന്തുക്കളെ പോലെ, പാമ്പിനെ പോലെ, ഇഴജന്തുക്കളെ പോലെ നടന്നിരുന്ന മനുഷ്യൻ
നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ വന്നിട്ട് ഇഴജന്തുക്കളോടും ഈ പറയുന്ന സർപ്പങ്ങളോടുമൊക്കെ മണ്ണായി പോകാൻ പറയുമ്പോൾ ഞാനും അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകും. അതുകൊണ്ട് തിരിച്ചറിവ് ഇവിടെ നിന്ന് നേടിയെടുക്കണം. ഇവിടെ നിന്നാണ് തിരിച്ചറിവ് നേടിയെടുക്കേണ്ടത്. ഇല്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോ അവിടെ ഞാനും നിങ്ങളും മറ്റുള്ളവരെല്ലാം മൃഗങ്ങളെല്ലാം മണ്ണായി മാറുമ്പോ യാലൈതനീ കുന്തു തുറാബാ, പടച്ചവനെ ഞാനും മണ്ണായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകുന്നൊരവസ്ഥ വരുന്നതാ. അതുകൊണ്ട് പാടില്ല. അവിടെ വെച്ചല്ല ആ ഒരവസ്ഥ നമ്മൾ നേരിടേണ്ടത്. ഇവിടെ വെച്ചാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ വെച്ച് നമ്മൾ തീരുമാനമെടുത്ത് അമലുകൾ ചെയ്തിട്ട് വേണം രക്ഷപ്പെടാൻ. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ നടന്നു പോകുമ്പോൾ പക്ഷികളെ കണ്ടാൽ പറയുന്നത് എന്താണ്? പടച്ചവനെ, ആ പക്ഷിയെ പോലെ ഞാനായിരുന്നെങ്കിൽ. വൃക്ഷങ്ങൾ കാണുമ്പോ യാ ലൈതനീ കുന്തു ഹജറാ, കല്ല് കാണുമ്പോ പറയും യാ ലൈതനീ കുന്തു ഹജറാ. സഹോദരങ്ങളെ ചിന്തിക്കണം, ആരായി പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ പറയുന്നത്. ഏതായി അബൂബക്കർ സിദ്ദീഖ്? ഇവിടെ അടക്കം ചെയ്യപ്പെട്ട ഫഖീർ വലിയുള്ളാഹി തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഔലിയാക്കൾ ഉണ്ടല്ലോ, അവരുടെ നേതാവാണ് മഹാനായ ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ. അവിടെ നിന്ന് തുടങ്ങുന്ന ഔലിയാക്കളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മഹത്തുക്കളായ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഔലിയാക്കളും നമ്മൾ കണ്ടിട്ടുള്ളവരല്ലേ. അവരുടെ എല്ലാം ഈമാൻ എടുത്തൊരു തുലാസിൽ വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബാക്കളുടെ ഈമാൻ എടുത്തൊരു തുലാസിൽ വെച്ചാൽ എല്ലാ മനുഷ്യരെയും അമ്പിയാക്കൾ ഒഴിച്ചുള്ള എല്ലാ മനുഷ്യരുടെയും ഈമാൻ ഈ എടുത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റസൂല ഹബീബായ നബി തങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകരെ പഠിപ്പിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒഴികെയുള്ള ബാക്കി മുഴുവൻ സഹാബത്തിന്റെ ഈമാനും എടുത്തിട്ടൊരു തട്ടിൽ വെച്ചാൽ ഇമാമിങ്ങൾ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങള്, ഇമാം ഷാഫിഈ തങ്ങള്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങള്, ഇമാം മാലിക് റഹിമഹുല്ലാ, അബുൽ ഹസനുൽ മാതുരിദി, അബുൽ ഹസൻ ഷാദുലി തങ്ങള്, അതുപോലെ മഹാനായ ഇബ്രാഹിം ദസൂഖി തങ്ങള്, ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി സഞ്ചരി തങ്ങള്, അതുപോലെ പ്രിയപ്പെട്ടവരെ മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാ. ഇങ്ങനെ തുടങ്ങിയിട്ട് ആരെല്ലാം ഏതെല്ലാം മഹത്വവൽക്കരിക്കപ്പെട്ട പൂർവസൂരികളായി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഈമാൻ എടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് അമ്പിയാക്കളല്ലാത്ത സകലരുടെയും ആദം അലൈഹിസ്സലാമിന്റെ മക്കളിൽ തുടങ്ങിയിട്ട് ലോകം അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും പണ്ഡിതന്മാരുടെയും സകലരുടെയും ഈമാൻ എടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ ഈമാൻ ആരുടെ ഈമാനിനാണ് ഭാരമെന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരം. അത്രയും വലിയ പവറാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനുള്ളത്. ഹിജ്റ പോകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കൂടി ഹിജ്റ പോകുമ്പോ, ഇന്ന് 2026 പരിശുദ്ധമായ സൗദിയിൽ പോയാൽ പോലും സൗറുമല കയറണമെങ്കിൽ 3 മണിക്കൂറിലധികം വേണം ആരോഗ്യമുള്ളവർക്ക്. ആ സൗറിൽ പ്രിയപ്പെട്ട പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നടന്ന് കയറുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾക്ക് നടന്നിട്ട് കാല് പൊട്ടിയിട്ട് വേദന അനുഭവപ്പെട്ടു. ആ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂബക്കർ തങ്ങൾ തോളത്തെടുത്തു. ഹമലനി ഇലാ ദാരിൽ ഹിജ്റ. ഹിജ്റയുടെ വേളയിൽ എൻ്റെ ഹബീബിൻ്റെ ആ തോളത്ത് കയറ്റി ഹബീബിനെ ഇരുത്താൻ ഒരു ഭാഗ്യം കിട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തോളത്തെടുത്തിരുത്തിയിട്ട് മല കയറി. അവിടെ ചെല്ലുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. വെള്ളം വല്ലതും ഉണ്ടോ നബിയെ കുടിക്കാൻ? വല്ലാത്ത ദാഹം. ഒന്നുമില്ലാന്ന് അബൂബക്കറിന് അറിഞ്ഞൂടെ റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖിന് അറിഞ്ഞൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി തങ്ങളുടെ കറാമത്ത് കൊണ്ട്, മുഅ്ജിസത്ത് കൊണ്ട് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാലോ? നബിയെ വെള്ളം വല്ലതുകൊണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, അബൂബക്കറെ, ആ പാറയുടെ മറുഭാഗത്ത് ചെല്ല്, നിനക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു.
പാറയുടെ അപ്പുറത്തേക്ക് പോയിട്ട് ശുദ്ധമായ വെള്ളം കുടിച്ച് മടങ്ങി വരുന്ന സിദ്ദീഖ് തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദാക്കമിൻ നഹ്രിൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ പാനീയമാണ് അബൂബക്കറെ. ഭൂമിയിൽ വെച്ച് സ്വർഗത്തിൻ്റെ പാനീയം കുടിച്ച ഏക സ്വഹാബി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൽ പോകാൻ 10 പേർക്ക് ടിക്കറ്റ് കൊടുത്തതിൽ ഒന്നാമൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവ്വലു മൻ സ്വദ്ദഖനി, അവ്വലു മൻ സവ്വജനി, അവ്വലു മൻ ആമന ബി, അവ്വലു മൻ ദഖലൽ ജന്ന മഈ അബൂബക്കർ സിദ്ദീഖ്. ആദ്യ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, ആദ്യ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ആദ്യം നബി തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആദ്യമായി നബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്. എന്ത് കുറവാ ഉള്ളത്? സ്വർഗം ഉറപ്പല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ദുനിയാവിൽ വെച്ച് പറഞ്ഞതെന്തെന്നറിയോ? കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഅമാലി കസീറുൻ സാദു തആതി ഖലീൽ. കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഅമാലി കസീറുൻ സാദു തആതി ഖലീൽ. സിദ്ദീഖ് തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, കൈഫ ഹാലി യാ ഇലാഹി, എൻ്റെ തമ്പുരാനെ എൻ്റെ അവസ്ഥ എന്താ അല്ലാഹ്? ലൈസ ലീ ഖൈറുൽ അമൽ, എൻ്റെ കയ്യിലെ അമലുകളൊന്നുമില്ല അല്ലാഹ്. സൂഉ അഅമാലി കസീർ, എൻ്റെ മോശം പ്രവർത്തനങ്ങളാണ് കൂടുതലും. സാദു തആതി ഖലീൽ, എൻ്റെ നന്മകൾ നന്നേ കുറവാണ് റബ്ബേ. എൻ്റെ അവസ്ഥ പരലോകത്ത് എന്താണ് തമ്പുരാനെ? യാ ലൈതനീ കുന്തു ഹജറാ, യാ ലൈതനീ കുന്തു ഷജറാ, യാ ലൈതനീ ലം തലിദിനി ഉമ്മീ. അവസാനം പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, പടച്ചവരെ, ഞാനൊരു വൃക്ഷമായിരുന്നെങ്കിൽ, ഒരു കല്ലായിരുന്നെങ്കിൽ, ഞാൻ ഇന്ന ജീവിയായിരുന്നെങ്കിൽ, ഞാൻ അതായിരുന്നെങ്കിൽ, ഇതായിരുന്നെങ്കിൽ, പറഞ്ഞ് അവസാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്ന വാക്ക്, യാ ലൈതനീ ലം തലിദിനി ഉമ്മീ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിലെന്ന് പറഞ്ഞു പോയത് അമലുകളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയതിന്റെ പേരിലല്ല, പക്ഷെ പരലോകത്തെ പറ്റി അറിയേണ്ട വിധം അറിഞ്ഞതിന്റെ പേരിലാണ്. പരലോകത്തിന്റെ അവസ്ഥയെപ്പറ്റി അറിഞ്ഞപ്പോ, പടച്ചോനെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രയും ഭീകരമാണ് പരലോകം. അവിടെ ചെന്നിട്ട് ഒരമലും കൈവെള്ളയിൽ ഇല്ലാതെ വരുമ്പോൾ പറയാം, അല്ലാഹ്, ഈ മൃഗങ്ങളെപ്പോലെ ഞാനും അങ്ങ് മണ്ണായിരുന്നെങ്കിലെന്ന്. അത് അവിടെ പറയലല്ല, ഇവിടെ പറയണം. ഇവിടെ അതിനു വേണ്ടി തയ്യാറാകണം, ഇവിടെ അതിനു വേണ്ടിയിട്ട് പാകപ്പെടണം നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് കഴിഞ്ഞ് സഹോദരങ്ങളെ, കയ്യിലൊന്നുമില്ല എന്നുള്ള വിലാപം, അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഞാനും മണ്ണായെങ്കിലും എന്നുള്ള വിലാപം, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് എന്തെന്നറിയോ? ഈ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ അമലുകളൊന്നും ഇല്ലാതെ പോയത് എന്തിന്റെ പേരിലാണ്? അത് തിരിച്ചറിയുന്നു ഇവൻ. ഇവിടെയാണ് സത്യത്തിൽ തിരിച്ചറിയേണ്ടത്. പക്ഷേ അവിടെ അവൻ തിരിച്ചറിയുന്നു എന്താണെന്നറിയോ സഹോദരങ്ങളെ? അവിടെ അവന് തിരിച്ചറിയുന്നത്, സഹോദരാ, ജീവിതത്തിലെ അമലുകൾ, മനുഷ്യന്റെ അമലുകളെല്ലാം നഷ്ടപ്പെട്ട് ഒരമലുകളുമില്ലാതെ ഈ മനുഷ്യന് പരലോകത്തേക്ക് ചെന്നിട്ട് അവന്റെ ജീവിതത്തിലെ കുറ്റപത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കൊടുക്കുകയാണ്. ആ കുറ്റപത്രത്തിലുണ്ട് ഇവൻ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് പ്രവർത്തിച്ചത്, എന്തൊക്കെയാണ് ചിന്തിച്ചത്, എന്താണ് കണ്ടത്, കേട്ടതല്ല ഈ കുറ്റപത്രത്തിനകത്ത് സത്യസന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ
വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാലിയാ. സൂറത്തുൽ ഹാഖയിലാണ് മൂന്നാമത്തെ വിലാപത്തെ പറ്റി അല്ലാഹ് പറഞ്ഞത്. ഇവന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പരലോകത്ത് ചെന്നപ്പോ അല്ലാഹു ഇവന്റെ കയ്യിലതാ കുറ്റപത്രം കൊടുക്കുകയാണ്. ആ കുറ്റപത്രം ഇവന്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ആ കിട്ടിയ കുറ്റപത്രത്തെ നിവർത്തി വെച്ച് ഉറക്കെ വായിക്കേണ്ടി വരും. സഹോദരങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നീ ബഹുമാനിച്ചവര്, സ്നേഹിച്ചവര്, നിന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂടപ്പറപ്പുകൾ, സഹോദരങ്ങൾ, എല്ലാവരും നിരന്നു നിൽക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള മഹ്ശറ, ആദ്യ മനുഷ്യൻ മുതൽ അവസാന പിറക്കുന്ന കുഞ്ഞു വരെയുള്ള മഹ്ശറ, അവിടെ നിന്റെ അമലുകളെ ഉറക്കെ ഉറക്കെ വായിക്കുമ്പോ നീ അറിയാതെ പറഞ്ഞു പോകും, മാലി ഹാദൽ കിതാബ്, പടച്ചവനെ ഇതെന്തോരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സഹാ, ചെറുതും വലുതുമായ ഒന്നും ഇതിനകത്ത് വിട്ടിട്ടില്ലല്ലോ, ചെറുതും വലുതുമായ ഒന്നും ഇതിനകത്ത് ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ, എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുന്ന, എന്ന് വിളിച്ചു പറയുന്ന അവന്റെ കർമ്മപുസ്തകമുണ്ടല്ലോ, കുറ്റപത്രം, അതവന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ സഹോദരങ്ങളെ അവന് വിലപിക്കുന്ന മൂന്നാമത്തെ നിലവിളിയാണ്, യാ ലൈതനീ ലം ഊത കിതാബിയാ, പടച്ചവനെ ഈ കിതാബ് എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വലം അദ്രി മാ ഹിസാബിയാ, വിചാരണ ഞാൻ കാണാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, യാ ലൈതഹാ കാനത്തിൽ ഖാലിയാ, പടച്ചവനെ മരണത്തോടെ എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിവര ഇട്ടുകൊണ്ട് ചിന്തിച്ചോ, ഈ പരലോകത്ത് ഞാനും നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇതാണ്, എന്റെ ഇടത് കയ്യിലെ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എന്താ ഈ കർമ്മപുസ്തകം, എന്താ ഈ വലത് കയ്യിൽ കിട്ടുക, എന്താ ഈ ഇടത് കയ്യിൽ കിട്ടുക. വലത് കയ്യിൽ കിട്ടുന്നവന് ഭാഗ്യവാന്മാരാണ്. വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം എന്റെ സഹോദര. ഇടത് കയ്യിലാണ് കിതാബ് കിട്ടുന്നതെങ്കിൽ അവന്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. എങ്ങനെയാണ് ഇടത് കയ്യിൽ അല്ലാഹു കിതാബ് കൊടുക്കുന്നതെന്നറിയോ? മരണത്തോടെ യവനറിയാം ഇവന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്, ആഖിറത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അവന് കൃത്യവും വ്യക്തവുമായിട്ടറിയാം. ഇവന് മരണപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നത് വളരെ വ്യക്തമായവന് നേരിട്ടവനാണ്. അവന്റെ പരലോകത്തവന് ചെല്ലുമ്പോൾ അവന്റെ കിതാബ് അവന്റെ കയ്യിൽ കൊടുത്താൽ ഉറക്ക വായിക്കണമെന്ന് അവനറിയാ. അങ്ങനെ ഇവന്റെ പേരും ഇവന്റെ വാപ്പയുടെ പേരും ചേർത്തിട്ട് വിളിക്കപ്പെടുകയാണ്. സഹസ്രകോടി ജനങ്ങൾ നിൽക്കുമ്പോ, കോടാന കോടി ജനങ്ങൾ നിൽക്കുമ്പോൾ ഇവന്റെ വാപ്പയുടെ പേര് ചേർത്തിട്ട് ഇവനെ വിളിക്കുന്നു. ഇവിടെ വരുവോ? കാസർഗോഡ് ജില്ലയിലെ മള്ളങ്കയിലെയും ബന്ദിയോട്ടെയും അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുക്കയിലെയും ഓരോരുത്തരെയും അവരുടെ വാപ്പയുടെ പേര് ചൊല്ലിയിട്ട് അടുത്തേക്ക് വിളിക്കും മലക്കുകൾ. ഇവന് പോയി വാങ്ങൂല, ഇവനാ പുസ്തകം വാങ്ങൂല, ഇവൻ ഈ കർമ്മ പുസ്തകം വാങ്ങൂല, കുറ്റപത്രം വാങ്ങൂല. വാങ്ങിയാ വായിക്കേണ്ടി വരും. വായിച്ചാലും നാറ്റക്കേസാണ്. കാരണം ഇവന്റെ ഭാര്യ അറിയാതെ പലതും ഇവൻ ചെയ്തിട്ടുണ്ട്, ഇവന്റെ മക്കളറിയാതെ പലതും ഇവൻ ചെയ്തിട്ടുണ്ട്, ഇവൻ ബഹുമാനിക്കുന്ന പലരും അറിയാതെ ഇവൻ പലതും ചെയ്തിട്ടുണ്ട്. ഇവന് ഉറക്ക വായിക്കും, ഇവന്റെ ഭാര്യ മൂക്കത്ത് വിരൽ വെക്കും, ഇവന്റെ മക്കള് പറയും ഇയാളെയാണോ ഞാൻ വാപ്പാന്ന് വിളിച്ചതെന്ന് ഇവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ പുസ്തകം വാങ്ങിയാലല്ലേ വായിക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് വാങ്ങാതെ അവന് പിറകിൽ കയ്യും കെട്ടി മാറി നിൽക്കുന്നതാണ്. ആ സമയത്ത് മലക്കുകൾക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. അവര് ഈ പുസ്തകവും എടുത്തിട്ട് നേരെ പിറകിലൂടെ വന്നിട്ട് അവന്റെ ഇടത് കൈയിലേക്ക് വെച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെയാണ് ഇടത് കൈയിലെ കിതാബ് കിട്ടുക. എന്നാൽ വലത് കൈയിലെ കിതാബ് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ സഹോദരങ്ങളെ? ഒരു മനുഷ്യന്റെ മരണത്തോടെ അറിയാം പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന്. മരിച്ചാൽ സക്കറാത്തിന്റെ ഹാലില് റൂഹ് പിരിഞ്ഞാൽ അറിയാം പിന്നെ നടക്കുന്നത്. നമ്മൾ കരുതുന്ന എന്താ? ഇതോടെയെല്ലാം തീർന്നു എന്നാണ്. ഇതോടുകൂടി എല്ലാം തീർന്നു എന്നാണ് നമ്മൾ കരുതിയത്. തുടക്കം അവിടെയാണ്. മരണമാണ് തുടക്കം, മരണം അവസാനമാണെന്ന് കരുതരുത്.
തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത്ത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആദ്യം പറഞ്ഞത് മരണത്തെ സൃഷ്ടിച്ച അള്ളാഹ്, വൽ ഹയാ, ജീവിതത്തെ സൃഷ്ടിച്ച അള്ളാഹ്. ആദ്യം മരണം പിന്നെ ജീവിതം, ആദ്യം മരണം പിന്നെ ജീവിതം. നമ്മൾ പറയുന്നത് ആദ്യം ജീവിതം പിന്നെ മരണം. അല്ല, ഈ ജീവിതം ഒരു ജീവിതമല്ല. ഇതൊരു വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്ന, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന, എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്തു നിൽക്കുന്ന ഒരവസ്ഥ. അതിനപ്പുറത്ത് ഒന്നുമില്ല ഈ ദുനിയാവ്. യഥാർത്ഥ ജീവിതം എന്നുള്ളത് ആഖിറത്തിലെ ജീവിതമാണ്. മരണത്തോടു കൂടി ആരംഭിക്കുക. അപ്പോൾ നല്ല മനുഷ്യനാണ്, അവനറിയാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൻ്റെ പേര് വിളിക്കും, ഇന്ന സ്ഥലത്തെ ഇന്ന ആളിൻ്റെ മകൻ വാ എന്ന് പറഞ്ഞാൽ ഇവൻ ഓടിച്ചെല്ലും. കാരണം എന്താ? നല്ലവനാണെങ്കിൽ വലത് കൈ നീട്ടി കിതാബിഞ്ഞ് വാങ്ങും. കാരണം ഇവൻ ആഗ്രഹം വാങ്ങി ഉറക്ക വായിക്കണം. എൻ്റെ ഭാര്യ കേൾക്കട്ടെ, അവൾ അറിയാതെ ഞാൻ എത്ര ദിവസം തഹജ്ജുദ് നിസ്കരിച്ചു. എൻ്റെ ഭർത്താവ് കേൾക്കട്ടെ, എൻ്റെ ഭർത്താവ് അറിയാതെ ഞാൻ എത്ര നന്മകൾ ചെയ്തു എൻ്റെ ഭർത്താവിന് വേണ്ടി. എൻ്റെ മക്കളറിയട്ടെ, അവരറിയാതെ അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത എത്ര നന്മകൾ, സുഹൃതങ്ങൾ. ജീവിതത്തിൽ നമ്മൾ ചെയ്ത നന്മകൾ ആരും അറിയാതെ നമ്മൾ ചെയ്തത് മുഴുവനും ആളുകളെ അറിയിക്കാനുള്ള വ്യഗ്രതയും വെപ്രാളത്തിലും ഓടിച്ചെന്ന് വലത് കൈനീട്ടി നമ്മൾ ആ പുസ്തകം ഇങ്ങ് വാങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് വലത് കൈയിൽ കിതാബ് കൊടുക്കുക. അള്ളാഹു വലതുപക്ഷക്കാരിൽ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കയ്യിൽ കിതാബ് വാങ്ങണം, ഇടത് കയ്യിൽ വാങ്ങിയ തീർന്നു അതോടുകൂടി. അതുകൊണ്ടാണ് മരിക്കുന്ന നേരത്ത് എല്ലാവരും ദ്വാരക്കും, പടച്ചോനെ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരിൽ ചേർക്കണേ, ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നവരിൽ ചേർക്കല്ലേ എന്നൊക്കെ ദ്വാരക്കുന്നത്. അതുകൊണ്ടാണ് വലത് കയ്യിൽ കിതാബ് കിട്ടണം. ആ വലം കയ്യിൽ കിതാബ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഒത്തിരിയൊന്നും പറയാൻ സമയമില്ല, 10:45. ഒരുപാടൊന്നും പറയാൻ സമയമില്ല. ഞാൻ രണ്ട് മൂന്ന് കാര്യം, ഒരായത്തിനകത്തുള്ള 2-3 കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. ഇത് ചെയ്താൽ അള്ളാഹ് വലത് കയ്യിൽ കിതാബ് തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് വലം കയ്യിൽ കിതാബ് വാങ്ങാനുള്ള ഭാഗ്യം തരട്ടെ. അള്ളാഹു പറയുന്നത് ഫക്കു റഖബത്തിൻ ഔ യതആമുന ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ഫക്കു റഖബ, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കുവോ? ഏതൊരു ദുരിതം അനുഭവിക്കുന്നവന്റെ ദുരിതം മാറ്റിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? കഷ്ടപ്പാടും പ്രയാസവും നേരിടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുവോ? അല്ലാഹ് പറയുന്നു, തീരുന്നില്ല. ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണി കിടക്കുന്ന നാളുകളിൽ ആളുകൾക്ക് അന്നം കൊടുക്കുവോ? ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏറ്റവും വലിയ പുണ്യമാണ് സഹോദരങ്ങളെ ഭക്ഷണം കൊടുക്കല്. ഒരാൾ മറ്റൊരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഏറ്റവും നല്ല ഇബാദത്ത് ഭക്ഷണം കൊടുക്കലാണ്. ഇവിടെ ഫഖീർ വലിയല്ലാഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നല്ലോ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിലായത്തിന്റെ അത്യുന്നത പദവി സ്വീകരിച്ച മഹാനായ ഗൗസുൽ അഅ്ല തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്നറിയോ? ഫതസ്തുൽ അഅമാല കുല്ലഹാ ഫമാ വജത്തു അഫ്ളല മിൻ ഇത്ആമി തുആ. ഞാൻ മുഴുവൻ അമലുകളെ കീറി മുറിച്ചു പരിശോധിച്ചപ്പോൾ ആ പരിശോധനയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഇത്ആമു തുആമാൻ, ഭക്ഷണം കൊടുക്കലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? 5 പേർക്ക് അല്ലാഹുവേ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം വാങ്ങി കൊടുക്കാം എന്ന് നിയത്ത് വെക്ക്. 500 രൂപയുടെ കേസേ ഉള്ളൂ. 500 രൂപയുടെ കേസ്. അല്ലാഹു ആ പ്രശ്നം പരിഹരിച്ചു തരും. ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ കഴിക്കാനൊന്നുമില്ലാതെ വിഷമിക്കുന്നവന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു പൊതി ചോറെടുത്ത് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല സഹോദരങ്ങളെ. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം. ഒരാൾക്ക് ആരോഗ്യം നിലനിർത്താൻ ഒരു നേരത്തെ ഒരു പിടി ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുത്ത് ഭക്ഷണം ഇല്ലാത്തവന് യതീമെന്താ മക്റബ, അത് യതീമാകാം, ഔ മിസ്കീനെന്താ മച്ചറബ, മണ്ണിൽ പണിയെടുക്കുന്ന മച്ചറബായ മിസ്കീൻ. മച്ചറബ് എന്ന് പറഞ്ഞാൽ ഐ അത്തുറാബ്, മണ്ണ് പുരണ്ടിരിക്കുന്ന മിസ്കീൻ, പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ, അവന് ഒരു പിടി ഭക്ഷണം കൊടുക്ക്. ഈ ഭക്ഷണം കൊടുക്കലും ഒരുത്തൻ്റെ കഷ്ടപ്പാട് പ്രയാസം മാറ്റിക്കൊടുക്കലും. മൂന്നാമതോ സുമ്മകാന മിനല്ലദീന ആമനൂ, നീ മുഅ്മിനായ പോരാ, മുഅ്മിനീങ്ങളുടെ ഒരു സൊസൈറ്റിയിൽ നീ ചേരണം. വിഘടിച്ച് നിൽക്കരുത്, കൂട്ടത്തിൽ ചേരണം. സംഘടിക്കണമെന്ന് പറയൂലേ നമ്മൾ, ഒറ്റക്കെട്ടാവണമെന്ന് പറയൂലേ, സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് പറയൂലേ, അതാണ്. നീ ഒറ്റയ്ക്ക് നിൽക്കരുത്. സുമ്മകാന മിനല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളുടെ ഒരു സമാജത്തിൽ, ഒരു സൊസൈറ്റിയിൽ നീ അംഗമാകണം. അപ്പോൾ അറിയാമല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോൾ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അത് അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടാണോ? അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അങ്ങനെ ചേരുമ്പോൾ സുമ്മകാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി, പലതും നീ ക്ഷമിക്കേണ്ടി വരും. വതവാസൗ ബിൽ മർഹമ, പലതും നീ കാരുണ്യത്തോടെ നോക്കിക്കാണേണ്ടി വരും. അങ്ങനെ ചെയ്താൽ, അഥവാ കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാട് മാറ്റണം, ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന് ഭക്ഷണം കൊടുക്കണം, ഒരുമിച്ച് സംഘടിച്ച് നിൽക്കണം. ഈ 3 കാര്യം ചെയ്താൽ ഉലൈക അസ്ഹാബുൽ മൈമന, നിനക്ക് വലത് കയ്യിലെ കിതാബ് ലഭിക്കുന്നതാണ്. നീ വലതുപക്ഷത്തിലാണ്. കേരള രാഷ്ട്രീയത്തിന്റെ വലതുമിടതുമല്ല, ഖുർആൻ പറഞ്ഞ വലതുമിടതുമാണ്. വലതു കയ്യിൽ കിതാബ് കിട്ടുന്നവർ അസ്ഹാബുൽ യമീൻ, വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവര് അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാര്. അത് ഇടത് കയ്യിൽ കിതാബ് വാങ്ങുന്നവരാണ്. അപ്പോ കിതാബ് കിട്ടുന്ന സമയത്താണ് മൂന്നാമത്തെ നിലവിളി, പടച്ചോനെ കിട്ടണ്ടായിരുന്നു, വാങ്ങണ്ടായിരുന്നു, മരിച്ചാതോടി തീർന്നാ മതിയായിരുന്നു, ഈ വിചാരണ എന്തെന്ന് അറിയണ്ടായിരുന്നു. ഇതൊക്കെ കിടന്ന് നിലവിളിക്കുകയാണ് നാളെ പരലോകത്ത്. വല്ല ഫലമുണ്ടോ? അതൊക്കെ ഇവിടെ നിന്ന് തിരിച്ചറിയണ്ടായിരുന്നോ? അതുകൊണ്ട് നാളെ വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തപ്പെട്ട അമലുകൾ ഇവിടെ നിന്ന് ചെയ്യാൻ നോക്ക്. പിന്നെ അള്ളാഹു നമ്മുടെ കാതിൽ വന്നിട്ട് പറയണം, നീ രഹസ്യമായിട്ട് നിന്റെ കുറ്റപത്രം വായിച്ചാൽ മതി, ആരെയും വായിച്ച് കേൾപ്പിക്കണ്ട എന്ന് അള്ളാഹു നമ്മളോട് പറയണം. അതിന് അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് പറയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ. ആരെന്നറിയോ? അള്ള വന്ന് നമ്മളോട് പറയണം, എൻ്റെ ദാസാ നീ ഉറക്കെ വായിക്കരുത്, എല്ലാവരും കേൾക്കും, അത് നിനക്ക് നാണക്കേടാൻ. നീ പതുക്കെ വായിക്ക്, ആരും അറിയാതെ നീ വായിക്ക്. അങ്ങനെ പടച്ചവൻ നമ്മളോട് പറയാൻ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു അമല് കൂടിയുണ്ട്. വർത്തമാനകാല സാഹചര്യത്തിൽ അത് ശ്രദ്ധേയവുമാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? മൻ സത്തറ മുഅ്മിനൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. നമ്മൾ ആരുടെയെങ്കിലും ഒരു ന്യൂനത അറിഞ്ഞാൽ നമ്മൾ ഒരാളോടും ഷെയർ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും, പടച്ചവനാണ്, നിങ്ങൾ സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ചോ, ഇത് തങ്കലിപികളാൽ നിങ്ങൾ എഴുതി വെച്ചോ, ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ കല്ലിൽ കൊത്തും പോലെ കൊത്തിവെച്ചോ. നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത അറിഞ്ഞാൽ നമ്മളത് അവിടെ കളയണം. നമ്മളായിട്ട് ഒരാളോടും, സ്വന്തം ഭാര്യയോട് പോലും പറയരുത്, ഭാര്യ ഭർത്താവിനോട് പോലും പറയരുത്. അയൽപ്പക്കത്തെ ഒരു സംഭവം നീ അറിഞ്ഞാൽ അത് അവിടെ തീരണം. നിന്റെ കെട്ടിയവനോട് പോലും പറയരുത്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, ഏറ്റവും പ്രിയപ്പെട്ടവരായി നിങ്ങൾ കാണുന്നവർ, അവരോട് പോലും നിങ്ങൾ മറ്റൊരാളെ പറ്റി ഒന്നും പറയരുത്. പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ന്യൂനത പരസ്യമായിട്ട് വലിച്ചു പൊളിക്കും നാളെ പരലോകത്ത്. ദുനിയാവിൽ ഈ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കിട്ടിയാൽ ഒരൊറ്റ 5000 പേരിലേക്ക് ഒരൊറ്റ പോക്കാ അല്ലേ? അടിയിൽ ചെന്ന് കമൻ്റ് എഴുതുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അനി തങ്ങളായാലും കുഴപ്പമില്ല, അത് പണ്ഡിതന്മാരായാലും കുഴപ്പമില്ല, ആരായാലും. നമ്മൾ എന്തിനാ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്? എന്തിനാ? നമുക്കിതിൻ്റെ ജോലി എന്താ? നമ്മൾ ശരിയാണോ? നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ? മറ്റുള്ളവൻ്റെ കാര്യം നോക്കി നമ്മൾ നടക്കാതെ
നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കണം. അതിനപ്പുറത്ത് നമ്മൾ ആരുടെ വിഷയത്തിലും തലയിടരുത്. അത് ചെയ്താൽ നാളെ പരസ്യമായിട്ട് വായിക്കേണ്ടി വരില്ല. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ നിലവിളി നാളെ പരലോകത്ത് എങ്ങനെയാണെന്നറിയോ? പടച്ചവനെ, എനിക്ക് ഇടത് കയ്യിൽ കിതാബ് കിട്ടാതിരുന്നെങ്കിലല്ലാ. സഹോദര, 3 ലാഭങ്ങളും മറക്കല്ലേ. ഒന്നാമത്തേത് എന്തെങ്കിലും ചെയ്തെങ്കിലെന്ന ചിന്ത, നിലവിളി. 2, ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ചെയ്യാതെ വന്ന മൃഗങ്ങളെ പോലെ ഞാനും മണ്ണായെങ്കിൽ. 3, ഇതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടിയപ്പോഴാണ്, കർമ്മപുസ്തകം. ആ കർമ്മപുസ്തകം വായിച്ചപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. അങ്ങനെ കിട്ടാതിരുന്നെങ്കിലെന്ന 3ാമത്തെ നിലവിളി. ആ പുസ്തകം വായിച്ചു നോക്കിയപ്പോഴാണ് 4ാമത്തെ നിലവിളിക്കൊരു അവസരം കിട്ടിയത്. എന്താണെന്നറിയോ? ആ കിതാബിനകത്ത്, കർമ്മപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തപ്പെട്ട ഓരോന്നും വായിച്ചു നോക്കുമ്പോൾ ഇവൻ സ്വന്തമായി ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് ഒരു കാര്യവും ഇവൻ ചെയ്തിട്ടില്ല. നിന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചതാരാ? ആരാ? ഉറങ്ങിയ നമ്മളെ കൊണ്ട് കള്ള് കുടിപ്പിക്കുന്ന ആരാ? ആരാ? ആ പാവപ്പെട്ട ശൈത്താന്റെ മണ്ടേ കൊണ്ടുപോയിക്കല്ലേ എല്ലാം കൂടെ. അവന് താങ്ങാൻ തന്നെ പറ്റുന്നില്ല. ഒന്നാമത് കോളേജിൽ പഠിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്കൊരു ലവ്വർ ഒപ്പിച്ചു തന്നതാരാ? നമ്മളെ കൊണ്ട് ഒരെണ്ണം ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, നീ ഒന്ന് ഷെയർ ചെയ്തേക്ക് എന്ന് പറഞ്ഞതാരാ? അതാണ് 4ാമത്തെ നിലവിളി. അവിടെയാണ് ഓരോരുത്തരും നാളെ പരലോകത്തെ വിരൽ കടിക്കുന്നതാണ്. അൽ ഫുർഖാനിൽ അല്ലാഹ് പറയുകയാ, നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ വിരൽ കടിക്കുന്നതാണ് ഓരോരുത്തരും. യഖൂൽ, എന്നിട്ട് അവർ പറയും, യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീലാ. ഹബീബായ നബി തങ്ങളുടെ പാത സ്വീകരിക്കാതെ ഞാൻ ജീവിച്ചവനല്ലേ റബ്ബേ, ആ പാത മതിയായിരുന്നു എൻ്റെ ജീവിതത്തില്. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഞാൻ അവനോടൊപ്പം കൂട്ടുകൂടണ്ടായിരുന്നു തമ്പുരാനെ. അവനോടൊപ്പം കൂട്ടുകൂടിയതാണ് ഇത്രയും പ്രശ്നമുണ്ടായത്. സഹോദരങ്ങളെ, സകല തെറ്റുകുറ്റങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഫ്രണ്ട്സാണ്, നമ്മുടെ കൂട്ടുകാരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത്, കള്ളു കുടിപ്പിക്കുന്നത്, പലിശ വാങ്ങിപ്പിക്കുന്നത്, അതുപോലെ വ്യഭിചരിപ്പിക്കുന്നത്, അതുപോലെ പരദൂഷണം പറയിപ്പിക്കുന്നത്. ഏതൊക്കെ തെറ്റുകളെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരു വിഹിതം നമ്മുടെ സുഹൃത്ത് വലയത്തിന് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് പറയുന്നത്, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചവനെ, ഞാൻ ഇന്നവനോടൊപ്പം കൂട്ടുകൂടണ്ടായിരുന്നല്ലോ, അവനോടൊപ്പം ഞാൻ കൂട്ടുകൂടണ്ടായിരുന്നല്ലോ എന്ന് പരലോകത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. മുസ്ലിം ചെറുപ്പക്കാരാ, ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. ആരോടാണ് നീ കൂട്ടുകൂടേണ്ടത്, ആരോടാണ് നീ കൂട്ടുകൂടേണ്ടതെന്ന് ഇവിടെ വെച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. നല്ല സൗഹൃദങ്ങളെയാ നിനക്ക് വേണ്ടത്. നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് സംസാരിക്കുന്ന, അള്ളാഹുവിനെ പറ്റി നിന്നോട് സംസാരിക്കുന്ന കൂട്ടുകാരെയാ നിനക്ക് വേണ്ടത്. ആരോടാണ് ഞാൻ കൂട്ടുകൂടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു മഹാൻ പറഞ്ഞത്, നിന്നെ കാണുമ്പോൾ അള്ളാഹുവിനെ പറ്റി പറയുന്ന കൂട്ടുകാരൻ, നീ ഇല്ലാത്തപ്പോ നിന്നെ പറ്റി അള്ളാഹുവിനോട് പറയുന്ന കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെയാണ് നിനക്ക് വേണ്ടത്. അങ്ങനത്തെ കൂട്ടുകെട്ടിനെ പുറത്ത് എല്ലാ തെറ്റുകളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സുഹൃവലയത്തിൽ നമ്മൾ പെട്ടുപോയപ്പോ ആ സൗഹൃദ വലയത്തിൽ നിന്നുകൊണ്ട് നാളെ പരലോകത്ത് വിലപിക്കുകയാണ്. യാ ലൈതനി യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചവനെ, ഞാൻ ഇന്നവനോടൊപ്പം കൂട്ടുകൂടണ്ടായിരുന്നു. ഇത് ആരെ പറ്റി ഇറങ്ങിയ ആയത്തെന്നറിയോ?
സഹോദരങ്ങളെ? ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന ശൈത്താനെ പറ്റി അല്ലാഹ് ഇറക്കിയതാണ്. ആരാ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്നറിയോ? അവന് സദ്യ ഉണ്ടാക്കിയിട്ട് യാത്ര കഴിഞ്ഞു വന്നാൽ സദ്യ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഒരു യാത്ര കഴിഞ്ഞു വന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും വിളിച്ചു. അക്കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെയും വിളിച്ചു. റസൂലുള്ളാഹി ചെന്നിട്ട് കഴിക്കാൻ വേണ്ടി ഭക്ഷണ തളികയിലിരുന്നു. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് അടുത്തു വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉഖബ, നീ കലിമ പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. നീ കലിമ പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ചോദിച്ചു, ഞാൻ കലിമ പറഞ്ഞില്ലെങ്കിൽ നീ കഴിക്കൂലേ? ഇല്ല. പിന്നെ നീ എന്താ ചെയ്യുക? ഞാൻ പോവാ, ഞാൻ ഇവിടുന്ന് പോവുകയാ. തന്റെ സദ്യ വിളമ്പിയ തീന്മേശയിൽ നിന്ന്, തന്റെ സുപ്രയിൽ നിന്നൊരാളെ കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് അറബികൾക്ക് സഹിക്കൂല. അവർക്ക് ദുരഭിമാനമാണത്. നമ്മുടെ മോളുടെ കല്യാണത്തിന് വന്നിട്ട് ഒരാൾ കഴിക്കാതെ പോയാൽ നമുക്ക് എത്രയോ വലിയവനാവട്ടെ ചെറിയവനാവട്ടെ കഴിക്കാൻ ഇരുന്നിട്ട് കഴിക്കാതെ എഴുന്നേറ്റ് പോയി നമുക്കെന്ത് വിഷമമുണ്ടാവും? നമ്മളെ പോലെയാണോ അറബികൾ? അവര് സൽക്കാരപ്രിയരല്ലേ? ആ സൽക്കാരം അതറിയണമെങ്കിൽ പരിശുദ്ധമായ ഹറമിലൊക്കെ ഒന്ന് പോകണം. സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിൽ മഗ്‌രിബിന്റെ സമയത്ത് മക്കയിലും മദീനയിലും പള്ളിയിലൊന്നുണ്ടാവണം. നമ്മൾ വെറുതെ അങ്ങോട്ട് പോയാൽ മതി. ഓടി വന്ന് പിടിച്ചു കൊണ്ടുപോയി സുപ്രയിൽ ഇരുത്തിക്കിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ കൊണ്ട് കഴിപ്പിക്കും. അയിത്വം ഇല്ല. നീ ഏറെ സംഘടനക്കാരനാണെന്ന് ചോദ്യമില്ല. നീ ഇപ്പോൾ വോട്ടിട്ടതാർക്കെന്നുള്ള ചോദ്യമില്ല. അവർക്കൊരൊറ്റ മനസ്സേ ഉള്ളൂ, കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന പ്രിയരാണ്, ഭക്ഷണപ്രിയരാണ്, സൽക്കാരപ്രിയരാണ് അവര്. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പറഞ്ഞു, നീ എഴുന്നേറ്റ് പോകരുത്, ഞാൻ കലിമ പറയാം. കലിമ പറഞ്ഞു. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കലിമ പറഞ്ഞു. റസൂലുള്ളാഹി ഭക്ഷണം കഴിച്ചു. ജനങ്ങൾ മുഴുവനും ഈ വിഷയം പാട്ടായി, നാട്ടിൽ മുഴുവനും പാട്ടായി. ഉഖബ മുസ്ലിമായിരിക്കുകയാ. ഉഖബ മുസ്ലിമായെന്നുള്ള വിവരമറിഞ്ഞ് ഓടി വന്നു. ആരെന്നറിയോ? ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ കൂട്ടുകാരൻ ഉബയ്യ് ബിൻ ഖലഫ്. ഉബയ്യ് ബിൻ ഖലഫ് ഓടി വന്നു. ഉഖബത്ത് ബിൻ അബീ മുഈത്തിനോട് ചോദിച്ചു, നീയുമായിട്ടുള്ള എല്ലാ ചങ്ങാത്തവും അവസാനിപ്പിച്ചിരിക്കുകയാ, നീ കലിമ ചൊല്ലിയല്ലേ? ഉഖബ പറഞ്ഞു, ഇല്ല ഉബയ്യേ, നീ വിശ്വസിക്കരുത്. ഞാൻ എൻ്റെ സുപ്രയിൽ നിന്ന് മുഹമ്മദ് എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഹമ്മദിനെ പോകാതിരിക്കാൻ വേണ്ടി കലിമ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഉബയ്യ് ബിൻ ഖലഫിന് പെട്ടെന്നൊന്നും ഉഖബയെ മറക്കാൻ പറ്റൂല. ആ ഉബയ്യ് പറഞ്ഞത്, ഉഖബ, എന്നാൽ എൻ്റെ മനസ്സംതൃപ്തിക്ക് വേണ്ടി നീ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ? ഒരിക്കൽ കൂടെ നീ സദ്യ ഉണ്ടാക്കണം. എന്നിട്ട് എല്ലാരെയും വിളിക്കണം, മുഹമ്മദിനെയും വിളിക്കണം. മുഹമ്മദ് സുപ്രയിൽ ഇരിക്കുമ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് വിടണം, മുഖത്ത് കാർക്കിച്ച് തുപ്പണം. പറ്റുമോ? ചെയ്യാം. അവിടെ സൗഹൃദം അങ്ങനെയാണ്. സദ്യ വിളമ്പി എല്ലാവരെയും വിളിച്ചു. റസൂലുള്ളാഹിയെ ക്ഷണിച്ചു. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചതാ മഹാനായ ഹബീബായ നബിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാ. റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പൂമുഖത്ത് വൃത്തികെട്ടവന്റെ തുപ്പുനീര് വീഴുമോ? ഇല്ല, അല്ലാഹു വീഴ്ത്തില്ലല്ലോ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ച് തുപ്പുമ്പോ സുബ്ഹാനല്ലാഹ്, ആ തുപ്പുനീരിനെ അല്ലാഹു ഡൈവേർട്ട് ചെയ്തിട്ട് അതിങ്ങനെ തിരിച്ചു ഉഖബയുടെ മുഖത്തേക്ക് തന്നെ വന്ന് വീഴുകയാണ്. തിരിച്ചു ഉഖബയുടെ മുഖത്തേക്ക് തന്നെ വന്നു വീണു. ആ ഭാഗം മുഴുവനും തീക്കനൽ വീണ് പൊള്ളുന്നത് പോലെ പൊള്ളിപ്പോയി. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ബദറിൽ കൊല്ലപ്പെട്ടു. ഉബയ്യ് ബിൻ ഖലഫ് ഉഹദിൽ കൊല്ലപ്പെട്ടു. ഇവൻ ചത്ത് മലർന്ന് കിടക്കുമ്പോഴും ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ കവിൽ തടത്തില്ല തീക്കനൽ പൊള്ളിയതിന്റെ പാടുണ്ടായിരുന്നു എന്ന് താരീഖിൽ കാണാം. സഹോദരങ്ങളെ, ഈ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നാളെ പരലോകത്ത് വന്നിട്ട് നിലവിളിക്കുകയാണ്,
യാ ലൈതനി തഖറതു മഅ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിർ ഫുലാനൻ ഖലീലാ. പടച്ചവനെ, ഞാൻ ഉബയ്യ് ബിൻ ഖലഫിനോട് കൂടണ്ടായിരുന്നല്ലോ, റസൂലുള്ളാഹിന്റെ വഴി തെരഞ്ഞെടുത്താ മതിയായിരുന്നല്ലോ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പോലും നാളെ പരലോകത്ത് നിലവിളിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ഈ തലതിരിഞ്ഞ ലോകത്ത്, എല്ലാം പരിഹാസത്തിന്റെ ലോകത്ത്, വാഴ കാണാൻ വേണ്ടി പെണ്ണുങ്ങൾ പോയിരുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടു, അതും കാസർഗോഡ് ജില്ലക്കാരികളാ. ചെന്നിരുന്നിട്ട് ദുആ ചെയ്തതിനെ പരിഹസിക്കാൻ തിയേറ്ററിനകത്തിരുന്നിട്ട്. വ്യക്തിപരമായി അവർക്ക് എന്ത് കാണാം, എന്തും ചെയ്യാം. അത് ഒരു പണ്ഡിതനോ ഒരാൾക്കും അതിൽ എത്തിച്ചു കൊടുക്കുന്നതല്ലാതെ, പറയുന്നതല്ലാതെ അത് നിർബന്ധിപ്പിച്ച് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. സ്വാതന്ത്ര്യമുണ്ടവർക്ക്, എന്തും ചെയ്യാം, അവർക്ക് എന്തു വേണോ ചെയ്യാം. പക്ഷേ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോടുള്ള പരിഹാസം ഈ ഭൂമിയിൽ അനുഭവിക്കാതെ പോകൂല. പടച്ചോൻ ആ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പുറത്തു കൊടുക്കട്ടെ. ദ്വാര ആമീൻ പറയി, അല്ല പുറത്തു കൊടുക്കട്ടെ. കാരണം പടച്ചോന്റെ ചിഹ്നത്തെ കളിയാക്കിയാൽ അല്ല വിടൂല. ചെറിയ കാര്യമല്ല. അള്ളാഹുവിൻ്റെ ചിഹ്നം പള്ളി ചിഹ്നമാണ്, ബാങ്ക് ചിഹ്നമാണ്, തൊപ്പി ചിഹ്നമാണ്, പർദ്ദ ചിഹ്നമാണ്, നിസ്കാരത്തഴമ്പ് ചിഹ്നമാണ്, ദാടി ചിഹ്നമാണ്, ഹിജാബ് ചിഹ്നമാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഷിആറാണ്. അതിനോട് കളിച്ചാൽ അല്ല വിടൂല. നിങ്ങൾക്കറിയോ, ഇന്ന് സഫാ മലയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വലതുഭാഗത്തെ ആദ്യത്തെ വാതിൽ ആരുടെ വീടാണെന്നറിയോ? മഹാനായ സയ്യിദുന അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണ്. ആ അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് അവിടെ ആയിരുന്നു, സഫയുടെ താഴ്ഭാഗത്ത്. അവിടെ ഇരുന്നിട്ടാണ് രഹസ്യമായി ദീനീ പ്രബോധന നബിതങ്ങൾ നടത്തിയത്. ആ വീട് അള്ളാഹു ഹറമാക്കി, മസ്ജിദുൽ ഹറമാക്കി ആ വീട്. നേരെ മറിച്ച് ആ സഫയിൽ നിന്ന് നേരെ മർവയിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ഡോറുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാത്റൂമുണ്ട്. അതാരുടെ വീടാണെന്നറിയോ? അബൂജഹലിന്റെ വീടാ. അവൻ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കളിയാക്കിയപ്പോൾ ലോകം അവസാനിക്കുന്നത് വരെ മലമൂത്ര വിസർജനം ചെയ്യുന്ന, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും മലമൂത്ര വിസർജനം ചെയ്യുന്ന ബാത്റൂമാക്കി അള്ളാഹു അവനെ അവഹേളിച്ചു. നേരെ മറിച്ച് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രബോധനത്തിന് വഴിയൊരുക്കി കൊടുത്തപ്പോൾ ആ സഹാബി വര്യന്റെ വീട് മസ്ജിദുൽ ഹറമാക്കി. ഈ മള്ളങ്കൈ പള്ളിയിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഒരൊറ്റ റക്അത്തിന്റെ കൂലി, മസ്ജിദുൽ ഹറമിൽ അഥവാ അർക്കം തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ കൂലി. അതാണ് വ്യത്യാസം. അള്ളാഹുവിന്റെ ചിഹ്നത്തെ ബഹുമാനിച്ചപ്പോൾ അള്ളാഹു വലിയ ആദരവ് കൊടുത്തു. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അധിക്ഷേപിച്ചപ്പോൾ അവന്റെ വീട് ബാത്റൂം ആക്കി കൊടുത്തു. എൻ്റെ ഇവിടെ ഉംറയ്ക്ക് വന്ന പ്രായമുള്ളൊരു മനുഷ്യൻ ഒറ്റ ഉംറ കഴിഞ്ഞ് പിന്നെ റൂമിലിരിക്ക്. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, എനിക്കിനി പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ വരണം. ഞാൻ ചോദിച്ചു, വിദായിൻ്റെ തവാഫിലാണോ? അല്ല, എനിക്ക് അബൂജഹലിന്റെ വീട്ടിൽ കയറി ഇരുന്നിട്ട് ഇഷ്ടം പോലെ ഒന്ന് മൂത്രമൊഴിക്കണം, ആഗ്രഹമാണ്. അത് ആർക്കും തടയാൻ പറ്റാത്തൊരു വികാരമാണ്, ഒരു വാശിയാണ്, ഒരു വൈരാഗ്യമാണ്. നമുക്ക് സഹജമായ ഒരു ദേഷ്യം, അമർഷം, നമ്മുടെ ഒരു 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 ധാർമ്മിക രോഷം എന്ന് പറയില്ലേ, അതാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം പെണ്ണുങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, അല്ല പൊട്ടനല്ല. ഇന്നല്ലാഹ സമീഉൻ ബസീർ. അല്ല കാണുന്നുണ്ട്, അല്ല കേൾക്കുന്നുണ്ട്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അല്ലാഹുവിന്റെ പിടുത്തം വല്ലാത്ത പിടുത്തമാ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു പതിസ്ഥലത്തിരിക്കുകയാ. നിങ്ങൾ വിചാരിക്കും അവൻ വെറുതെ ഇരിക്കുക, ചാടി വീഴും പടച്ച തമ്പുരാൻ. പിന്നെ അല്ലാഹു ഇന്നല്ലാഹ ഗഫൂറുർ റഹീമാണ്. അല്ല പുറത്തു കൊടുക്കും, അല്ല പുറത്തു കൊടുക്കട്ടെ. മേലിൽ ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾ സിനിമ കണ്ടോളി, വാഴയല്ല തെങ്ങോ എന്തോ ഒക്കെ കണ്ടോളി. പക്ഷെ അതൊക്കെ ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ചെന്നിരുന്ന് കളിയാക്കുന്നൊരു ശൈലി, അത് ശരിയല്ലല്ലോ. വേറെ എന്തെല്ലാമാകാം. എല്ലാം റീൽസിൻ്റെ ലോകം, എല്ലാം തലതിരിഞ്ഞു പോയി, എല്ലാം തലതിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വാളിൻ്റെ മജ്‌ലിസുകൾ ഓൺലൈനായി,
രാവിലെ ആത്മീയ മജ്ലിസ്, ഒരു ഉസ്താദിൻ്റെ ആത്മീയ മജ്ലിസ്, 10 മണിക്ക് വേറൊരു ഉസ്താദിൻ്റെ ആത്മീയ മജ്ലിസ്, വൈകുന്നേരം വേറൊരു ഉസ്താദിൻ്റെ ആത്മീയ മജ്ലിസ്, സ്ത്രീകളുടെ വലിയ ഒരു സംഘം, തൻ്റെ ഫാൻസ് അസോസിയേഷൻ. ഞാൻ രാവിലത്തെ ഉസ്താദിൻ്റെ ആളാടി, നീ വൈകിട്ടത്തെ ഉസ്താദിൻ്റെ ആളാടി, നീ പിന്നെ രാത്രിയിലത്തെ ഉസ്താദിൻ്റെ ആളാടി. അങ്ങനെയൊക്കെ ജനങ്ങൾ അങ്ങോട്ട് വീതിച്ചെടുക്കാൻ തുടങ്ങി. ആത്മീയ പ്രസരത്തിൽ, ഇങ്ങനെ ആത്മീയത്തിൻ്റെ അതിപ്രസരത്തിലായിപ്പോയി. എല്ലാം അങ്ങനെയായി. അങ്ങനെ മൊത്തത്തിൽ കീഴ്മേൽ മറിഞ്ഞിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പ്രസവിച്ചു. മാസം തികയും മുമ്പ് പ്രസവിച്ചത്. മാസം തികയും മുമ്പ് കുഞ്ഞിനെ പ്രസവിച്ചു. മുമ്പ് കാലങ്ങളിൽ അങ്ങനെയാണോ? എൻ്റെ ഇളയ മകനെ പ്രസവിച്ച 8ാം മാസത്തിലാണ്. ഈ മാസം തികയും മുമ്പ് പ്രസവിക്കില്ലേ, പെട്ടെന്നിങ്ങ് പോന്നു അവൻ. അങ്ങനെ അവന് പേരിട്ടു. എന്താ പേരെന്നറിയോ? എന്തായിരിക്കും? പെട്ടെന്നിങ്ങ് പോന്ന ആ കുട്ടിക്ക് പേരിട്ടു സഡൻലി. കാരണം പെട്ടെന്ന് വന്നോണ്ട്. ഞാൻ തമാശ പറയുന്നതല്ല, നടക്കുന്ന കാര്യം ഞാൻ പറയുന്നതാണ്. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എവിടെ പോയാലും, യൂസുഫ് നബി ജയിലിൽ കിടന്നപ്പോഴും ഇന്നക മിനൽ മുഹ്സിനീൻ, മുഹ്സിനായിരുന്നു. ജയിലിൽ പിന്നെ അധികാരത്തിന്റെ കസേരയിൽ നിന്നപ്പോഴും ഇന്നക മിനൽ മുഹ്സിനീൻ, മുഹ്സിനായിരുന്നു. 2 സ്ഥലത്ത് സൂറത്ത് യൂസുഫ് മുഹ്സിൻ എന്ന് പറയുന്നുണ്ട് യൂസുഫ് നബിയെ. ഒന്ന് ജയിലിൽ കിടക്കുമ്പോൾ, ഒന്ന് അധികാരത്തിൽ ഇരിക്കുമ്പോൾ. എവിടെ ആയാലും ആള് മുഹ്സിന. നമ്മളും അങ്ങനെ തന്നെ. പണ്ടത്തെ കാലത്തായാലും ന്യൂ ജനറേഷൻ്റെ കാലത്തായാലും അതുപോലെ തന്നെ പുതിയ ലോകത്തായാലും ഇനി അല്പം കൂടി അങ്ങോട്ട് പോയാലും മോമിനായിരിക്കണം. അവന്റെ ഈമാനിന് യാതൊരു നിലയിലുള്ള കോട്ടവും തെറ്റാൻ പാടില്ല. അവന് കാലത്തിനൊത്തുകൊഴി നടക്കേണ്ടവനല്ല. അവന് മലവെള്ളപ്പാച്ചിലിൽ വലിയ വലിയ ടെൻഭാരമുള്ള ആനകൾ ഒഴുകി വരും അല്ലേ? വലിയ മലവെള്ളപ്പാച്ചിൽ വരുമ്പോ അതിലൂടെ നമുക്ക് കാണാം വലിയ ആനകൾ. കരയിൽ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആ ആന ഇങ്ങനെ ഒഴുകി വരും മലവെള്ളത്തോടൊപ്പം. എന്താ ഇത്രയും ടൺ ഭാരമുള്ള ആന ഒഴുകി പോകാൻ കാരണം? ആനയ്ക്ക് ജീവനില്ല. എന്നാൽ ചെറിയ പരൽ മത്സ്യങ്ങൾ തിരിച്ചു ഒഴുക്കിനെതിരെ അങ്ങോട്ട് നീന്തിപ്പോകും. ചെറിയ പരൽ മത്സ്യം ഇല്ലേ, 1/2 ഗ്രാം ഇല്ലാത്ത. എന്താ കാര്യം? അതില് ജീവനുണ്ട്. നമുക്ക് ജീവൻ ഏതാ? വിജ്ഞാനമാണ്, വിവരമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. മുസ്ലിമിന്റെ ജീവൻ അത് വിജ്ഞാനമാണ്, സമ്പത്തല്ല. അതുകൊണ്ട് ആ വിവരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ നല്ലതിനാകണം. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ, കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല കൂട്ടുകെട്ട് മാത്രമേ നമുക്ക് പാടുള്ളൂ. അല്ലെങ്കിൽ നാളെ പരലോകത്ത് ചെന്നിട്ട് ഖലീല, അള്ളാഹ് ഇവൻ്റെയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 3 സൈസ് കൂട്ടുകാരുണ്ട്. ഒന്ന് ഭക്ഷണത്തിന്റെ സ്ഥാനത്താ. ഭക്ഷണം ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അതുപോലെ കൂട്ടുകാരില്ലാതെ പറ്റൂല. അത്രയും അടുത്ത ഫ്രണ്ടായിരിക്കും നമ്മുടെ കൂട്ടുകെട്ടൊക്കെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ചിലർക്ക് മരുന്നിന്റെ സ്ഥാനത്തായിരിക്കും കൂട്ടുകാർ. ആവശ്യത്തിന് ഉപയോഗിക്കും, പിന്നെ കളയും. സീസൺ നിങ്ങളിപ്പോൾ കണ്ടില്ലേ? നമ്മളിപ്പോൾ അന്ന് കണ്ടിട്ട് പോയിട്ട് ഇപ്പോൾ നമ്മളിപ്പോഴാണ് കാണുന്നത്. അന്ന് വയലിൻ്റെ ആവശ്യം വന്നു, ഇപ്പോൾ വയലിൻ്റെ ആവശ്യം വന്നു. എനിക്ക് നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണ പൊതുവെ പ്രവാചകരും സംഘാടകരും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ്. ആവശ്യത്തിന് ഉപയോഗിക്കും, പിന്നെ കളയും. അത് മരുന്നിന്റെ സ്ഥാനത്താണ്. ഇനി 3ാമതൊരു കൂട്ടുണ്ട്. ഏതാ? രോഗത്തിന്റെ സ്ഥാനം. പാടില്ല, തീരെ പാടില്ല. നമ്മുടെ സൗഹൃദങ്ങൾ അല്ലാഹു സ്വർഗത്തിലെത്തക്ക് വേണ്ടി പടച്ചതമ്പുരാൻ പരലോകത്ത് ഉപകരിക്കുന്ന സൗഹൃദമാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. ഇനി 5ാമതൊരു സ്ഥലം കൂടിയുണ്ട്, വിലാപം. അപ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് 11:30 മണിയാവും. ദ്വാരക്കും തീരും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന വിശ്വാസമാണ്. ആഖിറത്തിലെത്തുമ്പോൾ ഒന്നുമില്ല. പടച്ചോൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. 2ാമത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നെ പോലെ ഒന്നുമില്ലാതെ വന്ന മൃഗങ്ങളെപ്പോലെ ഞാനും മണ്ണായെങ്കിൽ കൊള്ളാം. 2ാമത്തെ നിലവിളി. കാര്യമില്ല. 3ാമത്, ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഇത് വായിച്ചപ്പോഴാണ്. അത് വായിക്കാതെ ഇത് കയ്യിൽ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. 4ാമത്തേത്, വായിച്ചപ്പോഴാണ് ബോധ്യം വന്നത് എന്നെ പിഴപ്പിച്ചതെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. ആ കൂട്ടുകാരൻ വേണ്ടായിരുന്നു എന്ന വിലാപം. 4. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം അവസാനിച്ചു. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ തഅന അല്ലാഹ വഅതഅന الرسൂല
അവസാനം ഇവനെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുകയാണ്. നരകത്തിലേക്ക് ഇവനെ വലിച്ചെറിയുമ്പോൾ ഇവനും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ചെന്ന് വീഴുമ്പോ ഇവൻ അവിടെ കിടന്ന് പറയുകയാണ്, യാ ലൈതനാ അതഅനല്ലാഹ വഅതഅനർ റസൂലാ. പടച്ചവനെ, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ മതിയായിരുന്നു. അല്ല പറഞ്ഞത് ഞാൻ അനുസരിച്ചാ മതിയായിരുന്നു. റസൂലുള്ള പറയുന്നത് ഞാൻ അനുസരിച്ചാ മതിയായിരുന്നു. കഴിഞ്ഞില്ലല്ലോ തമ്പുരാനെ, സാധിച്ചില്ലല്ലോ തമ്പുരാനെ, എന്നെ അതിന് അനുവദിക്കാത്തത് ആരായിരുന്നു? പടച്ചവനെയും പ്രവാചകനെയും വഴിപ്പെട്ടാൽ മതിയായിരുന്നു, കഴിഞ്ഞില്ല. ഖാലൂ റബ്ബനാ ഇന്നാ അത്വഅനാ സാദതനാ വകുബറാനാ. എന്റെ നേതാക്കന്മാര് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, എന്റെ നേതൃത്വം പറയുന്നത് പോലെ ഞാൻ ചെയ്തു. ആ നേതാക്കന്മാരെന്നെ പിഴപ്പിച്ചതാണ്, അവരെന്നെ പിഴപ്പിച്ച പോലെ ഞാൻ പിഴച്ചുപോയി. ഫളല്ലൂന സബീലാ, അവരെന്നെ പഴപ്പിച്ചതാണ് തമ്പുരാനെ. നീയും നിന്റെ റസൂലും പറയുന്നത് ഞാൻ അനുസരിച്ചാ മതിയായിരുന്നു. റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. അവർക്ക് നീ എനിക്ക് തരുന്ന ശിക്ഷയുടെ ഒരരട്ടി കൂടി കൊടുക്കണേ തമ്പുരാനെ. ആരാ നമ്മളെ പഴപ്പിച്ചത്? നേതാക്കന്മാരാ. നേതാക്കന്മാരെ പഴപ്പിച്ചപ്പോഴാണ് നമ്മളെ പഴച്ചു പോയത്. സഹോദരങ്ങളെ, നമുക്കൊരു നേതാവുണ്ട്. ആരാ? സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി എത്ര വലിയ നേതാവ് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണ്ട. ഒരു സദസ്സിലെ റസൂലുള്ള സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് അതിലൊരു ലീഡറിനെ നിശ്ചയിച്ചിട്ട് യാത്രയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടു. എന്നിട്ട് റസൂലുള്ള പ്രത്യേകം പറഞ്ഞു, അമീർ പറഞ്ഞാൽ അനുസരിക്കണം, നേതാവ് പറഞ്ഞാൽ അക്ഷരം പറഞ്ഞ് നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് യാത്ര തുടർന്നു. യാത്രയുടെ മധ്യേ ഈ അമീർ അവരോട് ചോദിച്ചു, റസൂലുള്ള എന്താ നിങ്ങളോട് വാഗ്ദാനം ചെയ്തത്? നിങ്ങൾ അമീറാണ്, പറയുന്നതൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ കുറച്ച് വിറക് കൊണ്ടുവരുവോ? കുറച്ച് വിറക് കൊണ്ടുവന്നു. എന്നിട്ട് ചോദിക്കുന്നു, അതിന് തീ കൊളുത്തുമോ? നിങ്ങൾ തീ കൊളുത്തി. എന്നിട്ട് അമീർ പറഞ്ഞു, ഓരോരുത്തർ അതിലേക്കൊന്ന് ചാടുവോ കാണട്ടെ. റസൂല് പറഞ്ഞതല്ലേ, എന്ത് ഞാൻ പറഞ്ഞ അനുസരിക്കണമെന്ന്. ഇത് കേട്ട മാത്രയിൽ ദുർബല ഈമാനുള്ള ചില സഹാബാക്കൾ അതിലേക്ക് ചാടാൻ ഒരുക്കമായി. അപ്പോഴാണ് നല്ല കാരിരുമ്പ് പോലെ ഈമാൻ ഉറച്ചുപോയ അകതാരിന്റെ അകക്കാമ്പിൽ അനുരാഗം, ആ പരിശുദ്ധമായ അള്ളാന്റെ ഹബീബിനോടുള്ള അനുരാഗത്തെ ആണിക്കല്ലിട്ടുറപ്പിച്ച അനുയായികള് അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കൾ അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, പാടില്ല, ഇതുപോലത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ റസൂല് നമുക്ക് വന്നത്, അതുകൊണ്ട് പാടില്ല സഹോദരങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവരെ തടഞ്ഞു നിർത്തി. അവര് അതെല്ലാം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലെത്തുമ്പോ ഹബീബായ നബി തങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? ലൗ ദഖൽതുമുഹാ മാ ഖറജതും മിൻഹാ ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ ഇയാൾ പറയുന്നത് കേട്ടിട്ട് തീയിൽ ചാടിയിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. എന്നിട്ട് അവിടെ നിന്നൊരു പൊതുവായ പ്രഖ്യാപനം റസൂലുള്ള നടത്തുകയാണ്, അത്താഅതു ഫിൽ മഅറൂഫ്. ഏതൊരു നന്മയുടെ കാര്യത്തിലും അനുസരണയാകാ, അല്ലാതെ ഏത് വലിയ നേതാക്കന്മാര് പറഞ്ഞാലും അനുസരിക്കല്ലേ.